Hello my dear CMA Inter students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 700 MCQs ഒരു മാരത്തോൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ എന്താണ് ഈ 700 MCQ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ഈ വരുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നെ എന്താണ് ഉപകാരപ്പെടുന്നതും അതേപോലെ തന്നെ 30 out of 30 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഗ്യാരണ്ടി പറയാൻ കാരണം നമ്മൾ പാസ്റ്റ് ഇയേഴ്സിന്റെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനെ MCQs ആക്കിയിട്ടാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്തത് അത് തന്നെയാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നു. അതേപോലെ തന്നെ മെറ്റീരിയലിന്റെ പുറകിലുള്ള ഈ പറഞ്ഞ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും അതേപോലെ തന്നെ ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ചില കറക്ഷൻസ് ഒക്കെ മെറ്റീരിയലുണ്ട്, അതെല്ലാം നമ്മൾ തിരുത്തിയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. ഇതല്ലാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് അതേപോലെ തന്നെ പാസ്റ്റ് ഇയേഴ്സിന്റെ MCQ നമ്മൾ എടുത്തത് ഇതിപ്പോ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഈ MCQന്റെ ഈ ഒരു മാരത്തൺ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അത് നിങ്ങൾ എന്താണ് കണ്ടിന്യൂസ്ലി എന്താണ് എന്റെ കൂടെ തന്നെ നിങ്ങൾ ആയിരിക്കുക. കാരണം വലിയൊരു എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മാരത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ പ്രാക്ടീസ് ചെയ്യുന്ന എങ്ങനെയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ അത് വിസിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ എക്സാമിനേഷൻ എല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കിട്ടുന്നതോടെ വരെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ മാരത്തോൺ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുക. അപ്പൊ അത് കുറച്ച് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് 30 മാർക്ക് നിങ്ങളുടെ പോക്കറ്റ് ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്റെ കൂടെ എന്താണ് കുറച്ച് വലിയ ടൈം നമ്മൾ എടുക്കും. അപ്പൊ എന്റെ കൂടെ നിങ്ങളും വേണം. അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ചില ചാപ്റ്റേഴ്സിൽ 50 MCQs ഉണ്ടാവും, ചില ചാപ്റ്റർ 30 ഉണ്ടാവും, ചില ചാപ്റ്റേഴ്സിൽ 150 MCQs ഉണ്ടാവും. വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് MCQs നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് PDF രൂപത്തിലുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യമേ ചാപ്റ്റർ നമ്പർ 1 ആണ്, ഇൻട്രൊഡക്ഷൻ ടു ലോ ആൻഡ് ലീഗൽ സിസ്റ്റം ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാമ്പലിൽ ഏതൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ പ്രയാമ്പൽ നമുക്കറിയാം 5 കാര്യങ്ങളുണ്ട് അല്ലെ. സോവറിൻ ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്, സെക്യുലർ ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, റിപ്പബ്ലിക് ഉണ്ട്. അപ്പൊ അതിൽ ഇല്ലാത്തൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക. സിമ്പിൾ ചോദ്യമാണ്. സോവറിൻ ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്. പക്ഷെ ഇന്ത്യൻസ് എന്നൊരു വാക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യൻ തന്നെയായിരിക്കും. അത് ക്ലിയർ അല്ലേ? യെസ്. സെക്കൻഡ് വൺ, which of the following statement is true എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ട്രൂ, നോട്ട് ട്രൂ. ഓക്കെ, സോറി, നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഏതാണ്? 4 കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ പിന്നീട് നമുക്കൊരു MCQs ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദ ഡേറ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് November 26, 1949 എന്നൊരു ഡേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ് അല്ല, ഇത് അഡോപ്റ്റ് ചെയ്തൊരു ഡേറ്റ് ആണ്. അഡോപ്റ്റ് ചെയ്ത ഡേറ്റും ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് സെക്യുലർ എന്ന് പറയുന്നത്, അപ്പൊ ഇത് തെറ്റാണ്. ഇനി നമുക്ക് വേറെ നോക്കാം, എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേക്ക് ഉണ്ടോ നമുക്ക് നോക്കാം. സെക്യുലർ എന്നൊരു വേർഡ് ആഡ് ചെയ്തത് എപ്പോഴാണ്? അപ്പൊ ഇത് നമുക്ക് എന്താണ് പിന്നീട് ഒരു MCQ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സെക്യുലർ അതായത് റിലീജിയസ് കൺസെപ്റ്റ് പ്രകാരം ആഡ് ചെയ്തൊരു വേർഡ് ആണ് സെക്യുലർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 42ാമത്തെ ഭരണഘടന അമെൻമെന്റിലാണ് ഇത് ആഡ് ചെയ്തത്, അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഈ 42nd അമെൻമെന്റ് നടന്നത് 1976 അപ്പൊ ഇതും സെപ്പറേറ്റ് ഒരു MCQ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. നെക്സ്റ്റ് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇറ്റ് ഈസ് റഷ്യൻ, അതും സെയിം ആണ്. അപ്പൊ ഇത് ഒരു MCQ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. കാരണം അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞത് നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഇസ് ദി മീനിങ് ഓഫ് സെക്യുലർ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. സെക്യുലർ എന്ന് പറയുന്നത് റിലീജിയൻ സംബന്ധമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. സോ വാട്ട് ഈസ് ദ ആക്ച്വൽ മീനിങ് ഓഫ് ദിസ് വേർഡ് സെക്യുലർ എന്ന് പറയുന്നത്? സെക്യുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is no official religion for the government but there is official religion for the public, you can follow it, no worries. Okay, അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് all religions are in the equal in the eyes of, ഉറപ്പായിട്ടും അത് ശരിയാണ്. നെക്സ്റ്റ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് given to the മൈനോറിറ്റീസിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ റിലീജിയൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. മൈനോറിറ്റി കാറ്റഗറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് തെറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വൺ റിലീജിയൻ ഉറപ്പായിട്ടും അങ്ങനെയില്ല. പിന്നെ നോട്ട് ഫോളോയിങ് പറയില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ദിസ് വൺ ആണ്. all religions are equal in the eyes of the government. അപ്പൊ അതാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് അതിനൊന്ന് മാർക്ക് ചെയ്ത് വിടാം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. സോറി, ഇതിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് all religions are equal in the eyes of the government. നെക്സ്റ്റ്, വാട്ട് ഈസ് മീനിങ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, ഒരിക്കലും അതൊരു പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരത്തില്ല. സോ ലാക്ക് ഓഫ് ഇക്വാലിറ്റി, നോ. ഇവിടെ നമ്മൾ ഇക്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, അപ്പൊ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. അപ്പൊ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സെക്ഷൻസ്, ഒബിയസ്ലി അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. എല്ലാവർക്കും എന്താണ്
ഒരേ ഓപ്പർച്യൂണിറ്റി തന്നെ കൊടുക്കുന്നു. സോ ഓൾ സെക്ഷൻസിനും ഒരേ സംഭവമാണ് കൊടുക്കുന്നത്. ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നു വിശ്വസിക്കുന്നു, കൃത്യമായിട്ട് എൻ്റെ കൂടെ തന്നെ വരിക. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാച്ച് ദ ഫോളോവിങ് ആർട്ടിക്കൽസ് ആണ്. ആർട്ടിക്കൽസിന് ഒരു വന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് അത്ര വലിയൊരു MCQs നമുക്ക് ചോദിക്കില്ല, പക്ഷെ ചോദിക്കുന്ന ഓരോ MCQs നമ്മളെ വിടാതെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, വിടാതെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ക്രൈറ്റീരിയ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ തന്നെ ലീഗൽ മാഗസിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് നമ്മളൊരു പാർട്ട് ഒരു 40 ക്വസ്റ്റ്യൻസ് പ്ലസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദ ഫസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആർട്ടിക്കൽ 14 ഫസ്റ്റ് വൺ എന്താണ്, ആർട്ടിക്കൽ 14 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈക്വാലിറ്റി ആണ്. ഞാൻ അങ്ങനെ പ്രോപ്പർലി റിലേറ്റ് ചെയ്യുന്ന പോലെ വെച്ചിട്ടുണ്ട്. ആർട്ടിക്കൽ 15 ഇറ്റ് ഈസ് എ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. 16 ഈസ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, നെക്സ്റ്റ് ഇക്വാലിറ്റി, നെക്സ്റ്റ് പബ്ലിക് എംപ്ലോയ്മെന്റ്, അങ്ങനെ ചെറിയ ഹിന്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു മാച്ച് ദ ഫോളോവിങ് എന്ന രീതിയിൽ ചോദിച്ചതാണ്. ആർട്ടിക്കൽ നമ്പർ 17 അൺടച്ചബിലിറ്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കൽ നമ്പർ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇറ്റ് ഈസ് who among the following said its general concept. Who among the following said the preamble of the is the keynote of the constitution. അതായത് preamble ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ അത്ര വലിയ രീതിയിൽ നൽകിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളത് ജനറലി നോക്കുമ്പോൾ ഏർണസ്റ്റ് ബർഗർ ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ജനറൽ നോളേജ് എന്ന രീതിയിൽ അതിനെ ഓർത്ത് വെക്കുക. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ലാംഗ്വേജ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്, അതായത് അതിന്റെ ഓർഡർ, കാര്യങ്ങൾ, അതിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ എവിടെ നിന്ന് എടുത്തത്. ഡയറക്റ്റ് ക്വസ്റ്റൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ ഉത്തരം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആൻസർ പറയാം. ഇറ്റ് ഈസ് ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ലാംഗ്വേജ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഇതിനെ അഡോപ്റ്റ് ചെയ്തത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഇംപ്ലിമെന്റേഷന്റെ ഡേറ്റും അഡോപ്ഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അഡോപ്ഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 26 day of November 1949 ആണ്. ഓർത്തുക, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഡേറ്റുകൾ രണ്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹു അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പാർലമെന്റ് ഓഫ് ഇന്ത്യ. ജനറലി ആരാണ്, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾക്ക് വേണ്ടി നമ്മൾ ആരെ കൊടുത്തു, നമുക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സിനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അപ്പോയിന്റ് ചെയ്തിട്ട് അവർ നമുക്ക് വേണ്ടി ചെയ്തത്. അവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ they are also coming under the definition of peoples, so we are also did the same. Clear ആണോ? Yes. Next എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what represent the thought, expression, belief, faith, worship. It is always liberty ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ preamble കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് ലിബർട്ടി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which of the following amendment was പ്രയാമ്പിളിനെ അമെൻഡ് ചെയ്തത് ഒരു പ്രാവശ്യം മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. സെക്യുലർ എന്നൊരു വേർഡ് എവിടെയാണ് വരുന്നത്, സെക്യുലർ എന്നൊരു വേർഡ് പ്രയാമ്പിളിലാണ്. അത് 42ാമത്തെ അമെൻമെന്റ് ആണ്. അത് 1976 സോ 42nd അമെൻമെന്റ് ആണ്. പ്രയാമ്പിളിനെ എന്താണ് അമെൻഡ് ചെയ്തിട്ട് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നൊരു രണ്ട് വേർഡ് ആഡ് ചെയ്തത്. പിന്നെ യൂണിയൻ ആൻഡ് യൂണിയൻ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നൊരു വേർഡിലേക്ക് കൺവേർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ്. ആർട്ടിക്കൽ 17 ആണ് അൺടച്ചബിലിറ്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കൽ നമ്പർ 17 ആണ്. അപ്പൊ ആർട്ടിക്കൽസിന്റെ ക്വസ്റ്റ്യൻസും വരാം. ഇതൊരങ്ങനെ വന്നിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് എന്താണ് കളക്ട് ചെയ്തത് മാത്രമാണ്. ഹൗ മെനി ആർട്ടിക്കൽസ് ഒറിജിനലി, അതായത് 26 January 1950 ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് എത്ര ആർട്ടിക്കൽസ് ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 395 ആണ്. അതിപ്പോൾ 448 എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. 448 ആർട്ടിക്കൽസ്. അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലാൻഡ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഇറ്റ് ഈസ് എ സുപ്രീം കോർട്ട്. കാരണം പ്രൊട്ടക്റ്റഡ് ബൈ ദ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആർട്ടിക്കൽ നമ്പർ 32 ആണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് പ്രകാരമാണ് എന്ത് സുപ്രീം കോർട്ട്, അതായത് ജുഡീഷ്യറി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേഷൻ പാസ്സാക്കി എക്സിക്യൂട്ടീവ്സ് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ ജുഡീഷ്യറി നടപ്പിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് വളരെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which of the following articles guarantees equality before the law?
and equal protection of the law. Obviously നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചൊരു സംഭവം തന്നെയാണ്. ഏതാണ്? ആർട്ടിക്കൽ നമ്പർ 14 ആണ്. ആർട്ടിക്കൽ നമ്പർ 14 ആണ് ഈക്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കൽ 14 എന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു MCQ വരാം. അല്ല സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ട് അത് ഏത് ആർട്ടിക്കിളാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളും വരാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ട് 3ലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സംസാരിക്കുന്നത്. പാർട്ട് 3ലാണ്, ഓർത്ത് വെക്കുക. പാർട്ട് 3ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. പാർട്ട് നമ്പർ 3ലാണ്. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് വേറെയുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസിന് വേറെയുണ്ട്. അപ്പോൾ മെജോറിറ്റി ചോദ്യങ്ങൾ നോർമലി വരിക ഫണ്ടമെന്റൽ റൈറ്റ്സ് സംബന്ധമായിട്ടായിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്? റൈറ്റ് ടു ഈക്വാലിറ്റി ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഉറപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് വരില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസിലൊക്കെ എന്താണ്, അവർക്ക് എന്താണ് ജീവിക്കാനുള്ള വരുമാന മാർഗം കൊടുക്കണം, അങ്ങനത്തെ പല സംഭവങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റിൽ ഈ പറഞ്ഞ റൈറ്റ് ടു വർക്ക് വരില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് നോ വാല്യൂ വിത്തൗട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം നൽകിയതിന് ശേഷം നമുക്ക് എന്താണ് ഇതിനെ ഗ്യാരണ്ടി ചെയ്യാൻ, നാളെ ഇതിലൊരു പ്രശ്നം സംഭവിച്ചാൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ കാര്യമില്ല. നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ഇൻഷുറൻസിന്റെ പൈസ തന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ചുമ്മാ എടുക്കുന്നില്ല. സെയിം അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റിന് വാല്യൂ വരുന്നത് അവിടെ എന്തുള്ളപ്പോഴാണ്? അവിടെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കൽ നമ്പർ 32 ഉള്ളപ്പോഴാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം മാച്ച് ദ ഫോളോവിങ് ആണ്. ഇത് ഞാൻ കറക്റ്റായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കൽ 19 ഫ്രീഡമിനെ കുറിച്ച് സംസാരിക്കുന്നു. 20 ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അയാൾക്കുള്ള റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, അയാളുടെ പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ. അതായത് അയാൾ അറിയിക്കണം, അതിന്റെ റീസൺ അറിയിക്കണം, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 21 ലിബർട്ടി ആണ്, ലിബർട്ടി. ആൻഡ് 21A ആണ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. 22 അഗൈൻ ഈ കൺവെക്ഷനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നു. 23, 24. 23 എന്ന് പറയുന്നത് മനുഷ്യ കള്ളക്കടത്തും ഫോഴ്സ് ലേബർ, ഈ ബെഗർ ആ സിസ്റ്റമിനെ കുറിച്ച് സംസാരിക്കുന്നത്. 24 എന്ന് പറയുന്നതാണ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, മാറി മാറി പോരുത്. രണ്ടും ചൂഷണത്തിന് വിരുദ്ധമായിട്ടുള്ള റൈറ്റ്സുകളാണ്. ഒന്ന് മനുഷ്യ കള്ളക്കടത്ത്, അതായത് 23 പറയുന്നു. 24 എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. സോവറിനിറ്റി ആരുടെ കയ്യിലാണ് ശരിക്കും ഉള്ളത്? സോവറിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ആരാ ഉണ്ടാക്കിയത്? കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്ടിമേറ്റ് ഉണ്ടാക്കി നമ്മളാണ്, നമ്മൾക്ക് വേണ്ടി. അപ്പൊ പരമാധികാരം എന്ന് പറയുന്നത് ആ പരമ അധികാരം നൽകപ്പെട്ടത് നമ്മൾക്ക് തന്നെയാണ്. നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരിലേക്ക് നമ്മളത് മാറ്റി വെക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇതിന്റെ എൻറ്റാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്മാരായ നമ്മളിൽ തന്നെയാണ്, പീപ്പിളിൽ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പരമാധികാരം വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ജസ്റ്റിസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്? ഇത് നമ്മുടെ പ്രയാമ്പിൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ പ്രയാമ്പിൾ അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കുക. കുറേ കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി എന്താണ് നമ്മൾക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ്, 3 ടൈപ്പ് ഓഫ് ജസ്റ്റിസ് ആണ്. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്, ഇക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഊഹിച്ചിട്ട് എന്താണ് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, the preamble of our constitution, it is ourselves as a sovereign republic. എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. ആരിലാണ് സോവറിനിറ്റി ഉള്ളത്? ഇറ്റ് ഈസ് ഓബ്വിയസ്ലി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിലാണ് നമുക്ക് സോവറിനിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്, ഓർത്തു വെക്കുക. അതിനുശേഷം സോഷ്യലിസ്റ്റ് സെക്യുലർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രാമത്തെ അമെൻമെന്റിലാണ്? സെയിം ആസ് പ്രയാമ്പിൾ ഒരു പ്രാവശ്യം മാത്രമേ അമെൻഡ് ആയിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി 42nd അമെൻമെന്റിലാണ് ഈ ഒരു കാര്യം ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഹൗ മെനി ടൈംസ് പ്രയാമ്പിൾ? ഇറ്റ് ഈസ് ഓൺലി വൺസ് മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. എപ്പോഴാണ്? ഇറ്റ് ഈസ് 42nd അമെൻമെന്റിലാണ് നമ്മളുടെ പ്രയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആണ്? നെക്സ്റ്റ്, in which case the Supreme Court held that preamble is not the part. It is obviously ബെറുവാരി കേസ് ലോയിലാണ്. അതിനുശേഷം വേറൊരു കേസ് ലോ ഉണ്ടായിരുന്നു നമുക്ക്, കേശവാനന്ദ ഭാരതി. അതിന് ഇന്റഗ്രൽ പാർട്ട് ആണെന്ന് പറഞ്ഞു. ബെറുവാരി കേസ് ലോയിൽ ഇന്റഗ്രൽ പാർട്ട് അല്ല, നിങ്ങൾ പ്രയാമ്പിളിനെ റെഫർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇറ്റ് ജസ്റ്റ് എ കേസ് ലോ റെഫറൻസ്. ബെറുവാരി കേസ് ലോ അതും പിന്നെ കേശവാനന്ദ ഭാരതി. ഈ 2 കേസ് ലോസ് മാത്രമേ നമുക്ക് എന്ത് വരത്തുള്ളൂ? നമ്മളുടെ മെറ്റീരിയൽ നമുക്ക് ഒരു MCQ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരത്തുള്ളൂ. അതിനുശേഷം preamble of our constitution that we the people of India, ഇതിന്റെ ഒരു ഫ്ലോ നോക്കുമ്പോൾ എന്താണ്? ഉറപ്പായിട്ടും ഇതല്ല, കാരണം 5 കാര്യങ്ങളുണ്ട്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പോൾ ഉറപ്പായിട്ടും സോവറിൻ വെച്ചാണ് തുടങ്ങുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. ഓക്കെ, സോ ഒബ്വിയസ്ലി ദിസ് ഈസ് ആൻസർ. ഒന്നാമത്തതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓർഡർ ഒന്ന് മനസ്സിലാക്കുക. ഓർഡർ നോക്കിക്കേ.
ഫസ്റ്റ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഓക്കെ, സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. അപ്പൊ സോഷ്യലിസ്റ്റ് ഇടയ്ക്ക് കയറി വരില്ല, ഇത് രണ്ടും ഒരുമിച്ചാണ് വരിക. ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, അവസാനത്തെ റിപ്പബ്ലിക്കും ആദ്യത്തെ സോവറിനും ആഡ് ചെയ്ത രണ്ടും ഒരുമിച്ച് വരും, പിന്നെ ഡെമോക്രാറ്റിക് വരും. ആ രീതിയിലൊന്ന് ഫ്ലോ ആലോചിച്ച് വെക്കുക. ക്ലിയർ? ഓക്കെ, മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കുന്നു, ഫോളോ ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ. ഓക്കെ, ബോറടിക്കാതെ നല്ലപോലെ പഠിക്കുക. ഓക്കെ. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പണ്ട് ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, പിന്നീട് നമ്മൾ അതിനെ മാറ്റി ഇപ്പൊ നമുക്കത് വെറും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമാണ്. അതായത് ഇഫ് എനിത്തിങ് ഇസ് ഹാപ്പൻഡ് യു ആർ നോട്ട് അലൗഡ് ടു ഗോ ടു സുപ്രീം കോർട്ട്. ലൈക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ആ ബ്രീച്ച് ആകുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ പോകുന്ന പോലെ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. സോ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട്, റൈറ്റ് ടു വോട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബ് ആസ് എ ക്വാസി ഫെഡറലും ഫെഡറലും ഒക്കെയാണ്, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റിന് അതിൻ്റെതായ മോണോപ്പൊലി പവേഴ്സ് നൽകിയിട്ടുണ്ട്. അതായത് ലിസ്റ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന സംഭവം. ഇവിടെ നോക്കുന്ന സമയത്ത് യൂണിയൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബ്ഡ് ആസ്. ഓർത്ത് വെക്കുക. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് obviously it is a law of the land. It's a general statement. Constitution is the law of the land എന്ന് പറയുന്നത്. Okay, next, what is the chief source of legal authority in India? അതായത് ഇന്ത്യയിൽ എല്ലാ നിയമങ്ങളുടെയും തുടക്കം അല്ലെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതായത് ഒരിക്കലും ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഓപ്പോസിറ്റ് പോകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരുത്തണം, അതിനുശേഷം യു ക്യാൻ ക്രിയേറ്റ് എ ലോ എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ റൈറ്റ് ടു പ്രോപ്പർട്ടി സംബന്ധമായിട്ട് അഗെയിൻസ്റ്റ് ലോ ഒക്കെ ആക്കിയത്. അപ്പോൾ വി കനോട്ട് ചേഞ്ച് ദ അൾട്ടിമേറ്റ് സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ 100+ അമെൻമെന്റ് ആൾറെഡി ഇപ്പോൾ ആയിട്ടുണ്ട്. സോ ചേഞ്ചസ് വിൽ ഹാപ്പൻ. ഓക്കെ, നെക്സ്റ്റ്, this is an exception to the equality before the law. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരേപോലെയാണ്, അത് തെറ്റ് ചെയ്താലും ഒരേപോലെ ശിക്ഷയ്ക്ക് വിടും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് എന്താണ് എപ്പോഴും നിയമത്തിന് മുമ്പിൽ പരിഗണനയുണ്ട്. അത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഗവർണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, അതായത് they will get some special priority കമ്പാരിറ്റീവ്. ഈവൻ ദ പ്രൈം മിനിസ്റ്റേഴ്സിന് പോലും ആ ഒരു പരിഗണനയൊന്നുമില്ല മിനിസ്റ്റേഴ്സ്. പക്ഷെ പ്രസിഡന്റിനും ഗവർണേഴ്സിനും എന്താണ് ഉണ്ട്. നിലവിൽ അവർ പ്രസിഡന്റും ഗവർണറും ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അവരുടെ സ്ഥാനം പോയതിനു ശേഷം ഈ ഒരു പരിഗണന ഉണ്ടായിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ വിച്ച് അമെൻമെന്റ് യൂണിയൻ ഓഫ് ദ നേഷൻ, യൂണിയൻ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാക്കിയത് നമ്മൾ പറഞ്ഞു. പ്രയാമ്പലിലാണ് ഈ ഒരു സെന്റൻസ് വരുന്നത്. പ്രയാമ്പലിൽ ഒരു പ്രാവശ്യം മാത്രമേ അമെൻഡ് ആയിട്ടുള്ളൂ, അത് 42ാമതാണ്. സോ ഇറ്റ് ഈസ് എ 42nd amendment. It is 1976. അപ്പോൾ നോക്കിക്കേ, എനിക്ക് തോന്നുന്നു 5-6 ക്വസ്റ്റ്യൻസ് ഇതിന് റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 5-6 ക്വസ്റ്റ്യൻസ്. അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റർണിറ്റി, ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ എടുത്തത്? അതായത് നമ്മളൊരു 70+ രാജ്യങ്ങളുടെ ഭരണഘടന നോക്കിയിട്ടാണ് ഇത്രയും പറഞ്ഞ ലെങ്തിയസ്റ്റ് റിട്ടൺ ആയിട്ടുള്ള ഒരു ഭരണഘടന നമ്മൾ രചിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും പലത് എടുത്തുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അപ്പൊ അമേരിക്കയിൽ വി ദ പീപ്പിൾ ഓഫ് അമേരിക്ക എന്നാണ്. അപ്പൊ ഈ കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എടുത്ത്, അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പല പല രാജ്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റി എന്നല്ല, ഇറ്റ് ഈസ് റെഫറൻസ് നമ്മൾ പറയും. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പൊ ഈ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റർണിറ്റി വരുന്ന ഒരു കോൺസെപ്റ്റ്, അതിന്റെ ഒരു ആ സ്ട്രക്ചർ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, the preamble state that constitution derives the authority from obviously we the people of India. അപ്പോൾ എല്ലാം authority, sovereignty ഇതെല്ലാം എല്ലാം നമുക്ക് തന്നെയാണ്. അതിനുശേഷം preamble is known as the heart and soul heart. It is, as Dr. Ambedkar said, it is a soul of the Indian constitution. preamble എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിനെ മാറ്റി നിർത്തി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ preamble ആണ് എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദി ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽസ്, ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നത് preamble തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്യൂസ്. എന്തൊക്കെയുണ്ട് നമുക്കറിയാം? ജസ്റ്റിസ്, ലിബർട്ടി ഉണ്ട്, ഇക്വാലിറ്റി, ഫ്രെറ്റർണിറ്റി. ഈ 4 കാര്യങ്ങളുണ്ട്, ഓർത്ത് വെക്കുക. അപ്പോൾ മെജോറിറ്റി നിങ്ങൾ കേട്ടറിവുണ്ടെങ്കിൽ അത് തന്നെ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. നെക്സ്റ്റ്, the preamble enumerates the purpose, objective that the legislation intended to achieve. Okay, the preamble is correct and the preamble reflects the intention of the members of the Constituent Assembly. No, preamble codifies the regular measures of the citizens. So obviously the best answer in the first one ആണ്. It is enumerate the purpose and objective that legislation intend to achieve. So what is the
ഒറിജിനൽ ഇൻറ്റെൻറ്റ്, അതായത് ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദാറ്റ്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the preamble of Indian Constitution of India secures justice, liberty, equality, fraternity to all the persons or those who reside in the territory of India or all the citizens. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരുന്ന എല്ലാവരെയും സിറ്റിസൺസ് ആണ്. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ചെയ്ത് വന്നത്. പക്ഷേ ഒറിജിനലി ഓൾ ദ സിറ്റിസൺസിന് എന്താണ്, അപ്പം ചിലത് ഓൾ ദ സിറ്റിസൺസിന്, ചിലത് ഓൾ എവറിഥിങ്, അതായത് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസിന് ഇപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല അപ്ലിക്കബിൾ, സ്ഥാപനങ്ങൾക്ക് അപ്ലിക്കബിൾ ആകും. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ഈ ഒരു കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആവുക, ഇറ്റ് ഈസ് ഓൾ ദ സിറ്റിസൺസ്. നെക്സ്റ്റ് എന്താണ് ഇത് പ്രയാമ്പലിന്റെ ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊടുക്കണമെന്നാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഇത് രണ്ടും എന്താണ്, ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. പക്ഷെ നോർമലി എന്താണ് കുറച്ചും കൂടെ ഒരു കൃത്യമായിട്ട് വരുന്നത്, ഇറ്റ് ഈസ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അതായത് പ്രയാമ്പലിന്റെ ഒരു ഉദ്ദേശം എന്താണ്, ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം എന്താണ്, അതായത് മനുഷ്യന്റെ എന്താണ് ആ ഒരു ഡിഗ്നിറ്റി നിലനിർത്തുക എന്നൊരു കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ഐ തിങ്ക് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് വൺ, ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 21A ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ഇതല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നമ്പർ 1 കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 2, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ. We have successfully completed chapter number 1. So now നമ്മളുള്ളത് ചാപ്റ്റർ നമ്പർ 2ലാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. നമുക്കറിയാം അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അറൗണ്ട് ഓഫ് ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാസ്റ്റ് ഇയേഴ്സിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ MCQൻ്റെ, അതായത് മെറ്റീരിയലിൻ്റെ പുറകിലുള്ള MCQ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും എല്ലാം കവർ ആയിട്ടുണ്ട്. സോ അപ്പോൾ ടെൻഷൻ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ദ സോഴ്സ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്, അതായത് ഈ കോൺട്രാക്റ്റിന്റെ ഒറിജിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ സോഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കസ്റ്റംസ്, പ്രിസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെയും ഓൾ ഓഫ് ദി എബോവ്, അതായത് MCQ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓൾ ഓഫ് ദി എബോവ് വന്നാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസിനും അത് ഓൾ ഓഫ് ദി എബോവ് തന്നെ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ജുഡീഷ്യൽ ഡിസിഷൻസ് ഇതൊക്കെ ചാപ്റ്റർ നമ്പർ 1 ഡെറൈവ് ചെയ്തൊരു സംഭവമാണ്. നെക്സ്റ്റ് കസ്റ്റംസ് യൂസേജ്, ഉറപ്പായിട്ടും അതൊരു ലോയുടെ ഒറിജിൻ തന്നെയാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇത് 3 സോ ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓൾ ഓഫ് ദി എബോവ് ഈസ് അവർ കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ, ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഫുൾ ഒരു ഒബ്ലിഗേഷൻസ് മാത്രമുള്ളതാണോ, എഗ്രിമെന്റ്സ് മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ ഡീൽസ് വിത്ത് ഓൺലി സച്ച് ഒബ്ലിഗേഷൻസ് വിച്ച് അറൈസ് ഫ്രം an agreement. So there is a concept called as all agreements are not contract but all contracts are agreement. അപ്പോൾ all contracts are agreement എന്ന് പറയുമ്പോൾ എഗ്രിമെന്റ് വാലിഡ് ആണെങ്കിൽ മാത്രമേ അത് കോൺട്രാക്റ്റിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ എഗ്രിമെന്റ് ഇൻവാലിഡ് ആണെങ്കിൽ അറ്റ് സ്റ്റിൽ ഇറ്റ് ഈസ് വോയിഡ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഇറ്റ്സ് ഓൺലി ഡീൽസ് വിത്ത് ലീഗൽ എഗ്രിമെന്റ്. സോ യു നോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ എഗ്രിമെന്റും അതായത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെന്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ സംസാരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി വിത്ത് deals only with the legal obligations which arise from an agreement. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, സോഷ്യൽ എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോഷ്യൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ നടക്കാൻ പോകാം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാം, ഇങ്ങനെ പറയുന്ന ഒബ്ലിഗേഷൻസിന്റെ പേരാണ് നമ്മൾ സോഷ്യൽ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും എന്താകില്ല, അത് കോൺട്രാക്റ്റിലേക്ക് വരികയില്ല. കോൺട്രാക്റ്റിൽ എപ്പോഴും എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം എൻ്റെ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നു, കാർ വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി കോൺട്രാക്ട് ചെയ്തു, ഈ കൺസെപ്റ്റ് ഒക്കെയാണ് ഇവിടെ വരിക. സോ സോഷ്യൽ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻഫോഴ്സബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിന്റെ കീഴിൽ വരും, നിയമത്തിന്റെ സാധ്യത ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, നോട്ട് എൻഫോഴ്സബിൾ ഇൻ ദ കോർട്ട്, സബ്ജക്ട് ടു ലീഗൽ ഒബ്ലിഗേഷൻസ് മെയ്ഡ് ബൈ സോഷ്യൽ വർക്കേഴ്സ്. അതൊക്കെ അബ്സല്യൂട്ട്ലി ഇറലവന്റ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സബിൾ ബൈ ദ കോർട്ട്സ് ഓർ നോട്ട് എൻഫോഴ്സബിൾ ഇൻ ദ കോർട്ട്സ് എന്നതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർക്കൻടൈൽ ലോ, അല്ലെങ്കിൽ മർക്കൻടൈൽ ലോയുടെ വേറൊരു വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ ലോസ് ആണ്. അപ്പൊ കമേഴ്ഷ്യൽ ലോസ് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആകും? ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമാണോ, എനിക്കാണോ? ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ടീച്ചിങ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്കും ഈ കമേഴ്ഷ്യൽ ലോസ് അപ്ലിക്കബിൾ ആകുമോ? അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമാണോ? ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എവറിബഡി. കമേഴ്ഷ്യൽ കോമേഴ്സ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എവറിബഡി ആണ്. ബിസിനസ് മാത്രം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇന്ത്യൻസിന് അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഒന്നും തന്നെ ഇല്ല. കാരണം ഈ മർക്കൻടൈൽ ലോ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് തന്നെ ഇംഗ്ലീഷ് മർക്കൻടൈൽ ലോ തന്നെയാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും?
ഒരു കോൺട്രാക്റ്റിൽ എന്തൊക്കെയുണ്ട്? കോൺട്രാക്റ്റിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ പ്രോമിസസ് ആൻഡ് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, ഇറ്റ് ഈസ് ഒബ്സല്യൂട്ട്ലി റൈറ്റ് ആൻസർ ആണ്. എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, ആ ഡെഫിനേഷൻ ഓർത്ത് നോക്കിയേ. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് കോൺട്രാക്ട്? കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an agreement enforceable by law is called as contract. അപ്പോൾ എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഒരിക്കലും കോൺട്രാക്ട് ആകില്ല, കോൺട്രാക്റ്റിൽ അത് വരില്ല. ഇൻവോളണ്ടറി ഒബ്ലിഗേഷൻസ്, അതായത് ഇൻവോളണ്ടറി മാൻഡേറ്ററി ഒബ്ലിഗേഷൻസ്, കാരണം അത് ക്വാസി കോൺട്രാക്റ്റിൽ വരുന്നതാണ്. ആക്ച്വൽ വരത്തില്ലെന്നല്ല, ബട്ട് ഈസ് ക്വാസി കോൺട്രാക്റ്റിൽ വരുന്നതാണ്. സോ ബെസ്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മ്യൂച്വൽ പ്രോമിസസ് ആൻഡ് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മ്യൂച്വൽ പ്രോമിസസ് ആൻഡ് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ദ ലോ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ കൂടെ പോവുക, ഉറപ്പായിട്ട് എൻ്റെ കൂടെ പോവുക. മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ, കമന്റ് അയക്കാൻ ചോദിക്കാം. So an agreement to create legal liability, an agreement to create legal liability എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I have a legal liability to give that product. Okay, clear? So it is not enforceable by law. Absolutely wrong answer. It is void. It is enforceable. Obviously, an agreement to create a liability, legal liability, not moral liability. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ നിങ്ങൾ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കും. Is there any condition or mandatory obligation by the court that you have to give? No. നമ്മളൊരു നല്ല കൊടുക്കണം, അതിനൊരു മര്യാദ കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ലീഗൽ ലയബിലിറ്റി ആണ്. അപ്പോൾ ലീഗൽ ലയബിലിറ്റി എപ്പോഴും എൻഫോഴ്സിബിൾ ബൈ ലോ ആയിരിക്കും. കൃത്യമായിട്ട് ഓർത്തു, ഇറ്റ് ഈസ് ആൾവേസ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. നെക്സ്റ്റ്, obligations between parties that form a contract are all kind of obligations. A legal obligation which springs from agreement or not voluntary in nature, none of the above. Appo normally endana, it is all kinds of obligations obviously, but legal obligations and all kinds of obligations എന്ന് പറയുമ്പോൾ എന്ത് പറയും? നമ്മളിപ്പോൾ പറഞ്ഞ ലീഗൽ ഒബ്ലിഗേഷൻസ് വരും, മോറൽ ഒബ്ലിഗേഷൻസ് വരും. പക്ഷെ നമുക്ക് എന്ത് ഒബ്ലിഗേഷൻസ് മാത്രമേ ഉള്ളൂ? ലീഗൽ ഒബ്ലിഗേഷൻസ് മാത്രമേ ഉള്ളൂ. അത് എന്തിൽ നിന്ന് വന്നത്? എന്തിൽ നിന്നും ഒറിജിൻ ആയത്? എഗ്രിമെന്റിൽ നിന്നും ഒറിജിൻ ആയത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് a contract or an obligations to perform, a contract or an obligations to perform a promise could arise in the following ways. എങ്ങനെയൊക്കെയാണ് a contract or an obligation perform a promise? എങ്ങനെയൊക്കെ വരുന്നത്? അത് എഗ്രിമെന്റ്, കോൺട്രാക്ട് പറയുന്നുണ്ട്. By standard form of contract with promisor of estoppel. നമ്മൾ പഠിച്ചിരിക്കുന്നത് എഗ്രിമെന്റും കോൺട്രാക്റ്റും. സോ ഒബ്വിയസ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം എഗ്രിമെന്റ് വാലിഡ് ആകുമ്പോഴാണ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻഫോഴ്സിബിലിറ്റി വരുമ്പോൾ അത് കോൺട്രാക്ട് ആയിട്ട് മാറും, ഇല്ലെങ്കിൽ അത് എഗ്രിമെന്റ് തന്നെയായിട്ട് അവസാനിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ നോർമലി ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കാരണം ലീഗലി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രമേ നമുക്ക് കോൺട്രാക്ട് എന്ന രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്ത് മാത്രമായിരിക്കും? ഇപ്പോൾ സോഷ്യൽ എഗ്രിമെന്റും എഗ്രിമെന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ ക്ലിയർ. നെക്സ്റ്റ്, all contracts should be in writing, nothing എന്നില്ല. or should be oral, അങ്ങനെയൊന്നുമില്ല. should be registered, അങ്ങനെയൊന്നുമില്ല. it is obviously none of the above ആണ്. അപ്പോൾ none of the above ആൻസർ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പൊതുവെ all of the above ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. all contracts should be in writing, അങ്ങനെയൊന്നുമില്ല. it's oral or written. okay, next one, voidable contract എന്ന് പറഞ്ഞാൽ എന്താണ്? so first you have to understand the difference between void, valid and voidable contract. വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ചെയ്ത് എല്ലാ എസെൻഷ്യൽസ് ആസ് പെർ സെക്ഷൻ 10 ഉള്ളതും അതിന്റെ കൂടെ ഉള്ളതും ഇറ്റ് ഈസ് വാലിഡ് കോൺട്രാക്ട് ആകും. വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺട്രാക്ട് ഇനിഷ്യലി വാലിഡ് ആയിരിക്കും, ചിലപ്പോൾ ലീഗൽ ചേഞ്ചസ് വന്നതിന് കാരണം മുന്നോട്ട് നമുക്ക് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് എ വോയിഡ് കോൺട്രാക്ട്. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ ഭീഷണിപ്പെടുത്തി നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. ദ പേഴ്സൺ, ആരെയാണ് നമ്മൾ ഭീഷണിപ്പെടുത്തിയത്, അയാൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നുകിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് voidable contract. So we are asking a question, we have got a question that's a voidable contract. It is are enforceable by law if they are not avoided. Obviously ഇവിടെ ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ he is having the option, ഒന്നെങ്കിൽ അവന് പറയാം എന്നെ ഭീഷണിപ്പെടുത്തിയതാന്ന് പറയാം, അല്ലെങ്കിൽ അവന് മിണ്ടാതിരിക്കാം. So who is having the option? അവിടെ aggrieved പാർട്ടിക്കാണ് ഓപ്ഷൻസ് ഉള്ളത്. സോ voidable at the option. ഇനി ഒരു കോൺസെപ്റ്റും കൂടെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if they are not avoided, voidable കോൺട്രാക്റ്റിൽ എപ്പോഴും എന്നൊരു ഹിന്റ് എന്ന് പറയുന്നത് at the option. at the option എന്നൊരു വാക്കുണ്ടായിരിക്കും. അതൊരു ഹിന്റ് ആയിട്ട് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ the correct answer is this one. voidable കോൺട്രാക്റ്റും it is കോൺട്രാക്റ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്
The terms of an agreement must be unambiguous and clear, must be certain എന്നാണ് ജനറലി വരിക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കാണുമ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്യരുത്, കാരണം കേപ്പബിൾ ഓഫ് മെയ്ഡ് സർട്ടൻ അതും ക്ലിയർ ആണ്. അൺഅംബിഗസ് ആയിരിക്കണം, അതായത് വ്യക്തമായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഓബ്വിയസ്ലി all of the above is the right answer. Next, a contract is a contract. From where it is a contract? From the performance is due or at the time of performance. അല്ലെങ്കിൽ കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ തൊട്ടത് കോൺട്രാക്ട് ആണോ, അല്ലെങ്കിൽ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ആണോ? ഒബ്വിയസ്ലി കോൺട്രാക്ടിന്റെ വാലിഡിറ്റി തുടങ്ങുന്നത് ഫ്രം ദ ടൈം ഇറ്റ് ഈസ് മെയ്ഡ്. ആ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത അന്ന് തൊട്ട് അതിന് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, an executed contract, executory contract, executory future, executed done. അപ്പോൾ ഇവിടെ in an executed contract both the parties have yet to fulfill, that is executory. One party has fulfilled it, both the parties. അപ്പോൾ നോർമലി ഇവിടെ ആൻസറിന്റെ പ്രോപ്പർ എന്ന് പറഞ്ഞു വരിക both the parties fulfill their promise. Okay, both the parties fulfill their promise. Next one, a void agreement is illegal. No. A void agreement is not void ab initio, it is void ab initio. May or may not be illegal. Obviously this is the right answer, കാരണം for example agreement and restraint of trade, it is a void agreement and it is not necessarily illegal. And to do illegal business, it is illegal plus void. So always all illegal agreements are void, but all void agreements are not illegal. നമ്മൾ നേരത്തെ ആ കോൺട്രാക്ടിന്റെ കോൺസെപ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ void agreementsഉം ഇല്ലീഗൽ ആകണമെന്നില്ല. ഇപ്പോൾ ഒരു മൈനറുമായിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ, ഇറ്റ് ഈസ് void ആണ്. ഓക്കെ, ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇല്ലീഗൽ ബിസിനസ്സിന് വേണ്ടി എഗ്രിമെന്റ് ചെയ്താൽ ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ എഗ്രിമെന്റ് ആണ്, ഒരിക്കലും ഇല്ലീഗൽ കോൺട്രാക്ട് ആയിട്ട് മാറില്ല, ഓർത്ത് വെക്കുക. അപ്പോൾ ഇല്ലീഗൽ ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, void contract എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് void ഫ്രം ദ ബിഗിനിങ്. നോ, ഇറ്റ് ഈസ് വാലിഡ് ഇൻ ദ ബിഗിനിങ് ബട്ട് ബിക്കംസ് void later on. നമ്മളിപ്പോൾ മീനിങ് പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ് ഈസ് അറ്റ് ദ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ഇറ്റ് ഈസ് voidable ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ എന്താണ്? ഇനിഷ്യലി വാലിഡ് ആയിരുന്നു, പിന്നീട് അത് void ആകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ void കോൺട്രാക്ട് എന്ന് പറയുന്നത്. അടുത്തത്, a void agreement is one. void agreement തെറ്റിദ്ധരിക്കല്, നമ്മൾ ഈ void കോൺട്രാക്ട് void agreement ഒക്കെ വളരെ വ്യത്യാസമാണ്. എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് കോൺട്രാക്ട് ആണ്. അപ്പോൾ void agreement is forbidden by the law. It's not forbidden എന്ന് പറയുമ്പോൾ ഇല്ലീഗൽ എന്നാണ്. Enforceable at the option of one party is voidable ആണത്. It is not enforceable. Obviously ഒരിക്കലും നമുക്ക് void agreements കോടതി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എഗ്രിമെന്റ് മൈനറിന് വാലിഡിറ്റി ഇല്ല, ഇറ്റ് ഈസ് void ആണ്, ഒരിക്കലും നിങ്ങൾക്ക് അതിന് ലീഗലായിട്ട് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ഗോ ഓൺ. നെക്സ്റ്റ്, which of the following statement is false? അപ്പോൾ ഈ false കറക്റ്റ് അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. law of contract is a law of obligations മാത്രമേ ഉള്ളൂ, റൈറ്റ്സ് ഇല്ല. No. certain contracts must be writing. അത് എന്താണ്? കറക്റ്റ് ആണ്. all contracts are agreement. obviously all agreements are void. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നമ്മൾ സെലക്ട് ചെയ്യാത്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, കോൺട്രാക്റ്റിൽ ഒബ്ലിഗേഷൻസ് മാത്രമേ ഉള്ളൂ. നോ, ഒബ്ലിഗേഷൻസ് അല്ല, റൈറ്റ്സും ഉണ്ട്. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. ഇറ്റ് മീൻസ് ദിസ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, acceptance is after what is lighted match to a train gun powder. അതായത് നമ്മൾ വെടിമരുന്നിന് തീ കൊളുത്തിയ പോലെയാണ്. അതായത് ഓഫർ എന്ന് പറഞ്ഞ വെടിമരുന്നിന് തീ കൊളുത്തുമ്പോൾ ആക്സെപ്റ്റൻസ്, ഇനി അത് നിൽക്കില്ല, ഇനി അത് പൊട്ടും, കത്തും, അത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്ന് ആക്സെപ്റ്റൻസ് ചെയ്താൽ ദെൻ പ്രോമിസ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഓഫർ നൽകുകയും നിങ്ങൾ അതിന് ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ലെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഓഫർ ചെയ്തു, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഓഫർ നൽകിയിട്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തു, പെർഫോമൻസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ബോത്ത് പാർട്ടീസിന് കേസ് കൊടുക്കാം. അപ്പോൾ എവിടെയാണ് ഇതിന്റെ ഫൈനലൈസ് ഉള്ളത്? അക്സെപ്റ്റൻസിലാണ്. സോ അക്സെപ്റ്റൻസ്, വൺസ് ഓഫർ ഈസ് അക്സെപ്റ്റഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ബൈൻഡിങ് കോൺട്രാക്ട്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് നെസസറി. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് ഇതെല്ലാം ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? വൺസ് an offer is accepted it's a binding contract. അപ്പോൾ ഇവിടെ all of the above വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മെജോറിറ്റി എന്ന സ്ഥലത്ത് മാത്രമാണ് all of the above വരിക. അപ്പോൾ നമ്മൾ ആൻസർ വായിച്ചിട്ട് മാത്രം പോയത് കാരണം 2 മാർക്ക് നമുക്ക് ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ്, an offer come to an end by. അക്സെപ്റ്റൻസിലൂടെയും ഓഫർ എൻഡ് ആകും. കമ്മ്യൂണിക്കേഷൻ, നോർമലി അതിന്റെ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റിവോക്കേഷൻ ആണ്. അതായത് നമ്മൾ ഓഫർ വിഡ്രോ ചെയ്യുന്നു. ഞാനൊരു ഓഫർ നൽകി, ഞാൻ പിൻവലിക്കുമ്പോൾ ഓഫർ ഓട്ടോമാറ്റിക്കലി എൻഡ് ആകും. ഈ അക്സെപ്റ്റൻസിലും കമ്മ്യൂണിക്കേഷനിലും ഓഫർ എൻഡ് ആകും, പക്ഷെ അത് ആ എൻഡ് അല്ല, പോസിറ്റീവ് എൻഡ് ആണ്, നമുക്ക് നെഗറ്റീവ് എൻഡ് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ. ഡെത്ത് ഓർ ഇൻസാനിറ്റി എന്ന് പറയുമ്പോൾ അൺസൗണ്ട് മൈൻഡ് ആണ്. ഓഫ് ദ പ്രൊപ്പോസൽ വിൽ റിവോക്ക് ദ പ്രൊപ്പോസൽ. റിവോക്ക് എന്ന് പറയുമ്പോൾ ക്യാൻസലേഷൻ ആണ്. അപ്പോൾ ഒരു പ്രൊപ്പോസൽ ചെയ്ത, ഒരു ഓഫർ ചെയ്ത ആളുടെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസാനിറ്റിയോ ആ ഒരു ഓഫറിനെ റിവോക്ക് ചെയ്യും, ക്യാൻസൽ ചെയ്യും എന്ന് പറയുന്നു. എപ്പോഴാണ്? ഓട്ടോമാറ്റിക്കലി ഒക്കെ കറക്റ്റ് ആണ്.
If the act of the death, the fact of the death is known to the offeree, the knowledge of the death is irrelevant only if the family members of the proposer inform the offeree. അതായത് ഇത് രണ്ട് സിമിലർ ആണ്. അതായത് ഒരു ഓഫറിന്റെ ഡെത്ത് ഓഫറിനെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ ഓഫറർ മരിച്ച വിവരം ഓഫറെ അറിയിക്കണം. ഓഫറെ അറിയണം, അതാണ് പ്രോപ്പർ ആൻസർ. ഓൺലി ഇഫ് ദ ഫാമിലി മെമ്പേഴ്സ്, ഈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞതല്ല, അൾട്ടിമേറ്റ്ലി അവൻ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ മതി. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് രണ്ടും ശരിയാണ്, വ്യാഖ്യാനം ശരിയാണ്. ആരറിയണം? ഓഫർ അറിയണം. പക്ഷെ അത് അറിയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും അറിഞ്ഞാൽ മതി. ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഫാമിലി മെമ്പേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ്, an offer stands revoked normally. The fact of the death is insanity known to the offeree. Obviously ഇപ്പോൾ പഠിച്ചതുള്ളൂ. counter offer, obviously rejection, okay, all of the above. ഓക്കെ, കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ 10 രൂപയ്ക്ക് ഒരു സാധനം നിങ്ങൾക്ക് വിൽക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാണ് 10 രൂപയ്ക്ക് മേടിക്കാൻ തയ്യാറല്ല, വേണമെങ്കിൽ 8 രൂപയ്ക്ക് മേടിക്കാം. That is called as counter offer. So there is an option that I can reject or I can continue. ഇപ്പൊ നമ്മൾ കടയിൽ പോകുന്ന പോലെയാണ്. അപ്പൊ ചില സമയത്ത് പറയും എന്നാ പിന്നെ പോട്ടെ, എടുത്തോ. സോ ആ ഒരു കോൺസെപ്റ്റ് പറയും. നെക്സ്റ്റ്, ക്രോസ് ഓഫർ. നമ്മളിപ്പോൾ പറഞ്ഞതാ കൗണ്ടർ ഓഫർ. ക്രോസ് ഓഫർ സിമ്പിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഈ പേന നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അത് എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ മെന്റലായിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മെന്റലി എന്താ ഞാൻ പറയുന്നത്? ഓക്കെ, ഐ എം ഗോയിങ് ടു സെൽ ദിസ് വൺ ടു യു ഫോർ 10,000 rupees. നിങ്ങളുടെ മൈൻഡിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ മൈൻഡിൽ പറയുന്നത് ഓക്കെ, എനിക്കിത് സാറിൻ്റെ കയ്യിൽ നിന്നും 10,000 രൂപയ്ക്ക് മേടിക്കണം. അപ്പോൾ നിങ്ങളും വാങ്ങിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു, ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നു, ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നു. ഇപ്പോൾ സാറിൻ്റെ പേന 10,000 രൂപ സാറ് തരുമോ എന്ന് ചോദിക്കുന്നതും എന്ത് തന്നെയാണ്? ഓഫർ തന്നെയാണ്, ശരിയല്ലേ? ഞാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിക്കുന്നതും ഓഫർ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തില്ല? ആക്സെപ്റ്റൻസ് ഇല്ല. ഓക്കെ, ദെർ ഈസ് നോ ആക്സെപ്റ്റൻസ്. എവിടെ? ക്രോസ് ഓഫർ. കൗണ്ടർ ഓഫറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, തെറ്റിദ്ധരിക്കില്ല. നെക്സ്റ്റ്, പ്രപ്പോസൽ ക്യാൻ ബി റിവോക്ഡ്. എങ്ങനെയൊക്കെ ഒരു ഓഫർ, പ്രപ്പോസൽ ഇസ് എ സിനോണിമസ് വേർഡ് ആണ്. എങ്ങനെയൊക്കെ നമുക്കൊരു ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റും? So before posting the letter of acceptance by the acceptor, before receiving the letter of acceptance by the offerer, and after posting the letter of acceptance by the offering. ഈ പ്രപ്പോസൽ നമുക്ക് റിവോക്ക് ചെയ്യണമെങ്കിൽ ഒരു സിനാരിയോ, നമ്മൾ ആ ഒരു കേസിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സിനാരിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എപ്പോഴാണ് ആക്സെപ്റ്റർ ആ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അതായത് ആക്സെപ്റ്റർ റിപ്ലൈ ചെയ്യുന്നത്, സിമ്പിളായിട്ട് പറയുമ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റുക? ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആകുന്നേക്കാൾ മുമ്പ്, എസ് എന്ന് പറയുന്നേക്കാൾ മുമ്പ് നമുക്ക് റിവോക്ക് ചെയ്യാം. പക്ഷെ ആ ലെറ്റർ നമ്മൾ പറയുന്നത്, നമ്മൾ ആ ലെറ്റർ വെച്ചിട്ടൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ലെറ്ററിന്റെ കാര്യം പറയുന്നത്. അതായത് ഈ പറഞ്ഞ ആക്സെപ്റ്റർ ഓഫറിൽ യെസ് എന്ന് പറഞ്ഞ് റിപ്ലൈ നമുക്ക് അയക്കുന്നേക്കാൾ മുമ്പ് നമുക്ക് പറയാം സോറി, ഞാൻ ഓഫർ വിഡ്രോ ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, a counter offer proposing different terms. നോർമലി എന്താ സംഭവിക്കുക? കൗണ്ടർ ഓഫറിൽ amounts to an acceptance, amounts to rejection. But normally റിജക്ഷനും ഉണ്ട്, അതിൻ്റെ നോർമലി ഇറ്റ്സ് എ റിജക്ഷൻ ആണ് കൗണ്ടർ ഓഫറിൽ. രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ എന്ന് പറയാൻ പറ്റും. സോ എമൗണ്ട്സ് ടു റിജക്ഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് എന്നാണ്. A response to invitation to treat lead, okay, treat lead to an agreement, and response to invitation lead to an agreement, and valid offer must be communicated, obviously communicated. Supplying information is not an offer. A request for tender is an invitation. അപ്പോൾ ഇതിനകത്ത് ശരിയുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കും ഏതൊക്കെയാണ് ശരിയുള്ളത്. And valid offer must be communicated, and a request for tenders is an invitation to an offer. It is not a valid offer. ഒരു ഇൻഫോർമേഷൻ സപ്ലൈ ചെയ്താലും അതെന്തല്ല, ഓഫർ അല്ല. സോ ദിസ് ഈസ് ആൾസോ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓബിയസ്ലി ഇതായിരിക്കും. സോ ആൻസർ നമ്മുടെ ഇതാണ്. എന്താണ്? എ റെസ്പോൺസ് ടു ആൻ ഇൻവിറ്റേഷൻ ടു ട്രീറ്റ് ലീഡ് ടു ആൻ എഗ്രിമെന്റ്. ഫോർ എക്സാമ്പിൾ, കല്യാണം ഉണ്ട്, ഓക്കെ, ഇൻവിറ്റേഷൻ കിട്ടി, ഓക്കെ, ഇൻവിറ്റേഷൻ കിട്ടി. സോ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തു, ഓക്കെ, ഇൻവിറ്റേഷൻ കിട്ടി. കല്യാണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ യു കനോട്ട് ഫൈൽ എ കേസ് അഗൈൻസ്റ്റ്. ഐ എം സെയിങ്, അതായത് ഒരു പൊളിറ്റിക്കൽ കാര്യം ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരമാണെന്ന് വെച്ചു, അതൊരിക്കലും ചേട്ടാ ഈ സാധനം വിൽക്കുമോ? ഓക്കെ, വിൽക്കും എന്ന് പറഞ്ഞു. ഓക്കെ, വിൽക്കും. എത്രയാണോ, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, എങ്ങനെയാണ് പ്രോപ്പർ വിൽക്കുന്നത്, ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം ഒരിക്കലും ഓഫറായിട്ട് മാറില്ല. ഓക്കെ, റെസ്പോൺസ് ടു ആൻ ഇൻവിറ്റേഷൻ ലീഡ് ടു ആൻ എഗ്രിമെന്റ് എന്ന് ഇവിടെ പറയുന്നത്. ഒരിക്കലും ലീഡ് ആകില്ല, ഒരിക്കലും റെസ്പോൺസ് എഗ്രിമെന്റിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ കോൺട്രാക്ട് എഗ്രിമെന്റിലേക്ക് എൻ്റർ ചെയ്ത് ഓഫറും ഓഫറേയും വളരെ കൃത്യമായിട്ട് സംസാരിച്ച് ടേംസ് പെർഫെക്റ്റ് ആയാൽ മാത്രമേ എന്താവുകയുള്ളൂ? എഗ്രിമെന്റ് ആവുകയുള്ളൂ. ബാക്കിയുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലേ കോൺട്രാക്ട് ആവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ? So for an acceptance to be valid, it must be partial and qualified and conditional, absolute and unqualified, partial and qualified, absolute and qualified. It is obviously absolute. അതായത്
for an acceptance to be valid. Absolute എന്ന് പറയുമ്പോൾ if I am asking you that I am going to sell my house, you are saying yes, that is absolute. നോക്കാം, പറയട്ടെ, ആലോചിക്കട്ടെ, is not an absolute. Okay, unqualified എന്ന് പറയുമ്പോൾ കണ്ടീഷൻസ് ഉണ്ടാകാൻ പാടില്ല. അൺകണ്ടീഷൻ വേണമെങ്കിൽ വേണമെന്ന് തന്നെ പറയുക. ഓക്കെ, ഞാൻ ഇന്ന സമയത്ത് തരാം, ഞാൻ കുറച്ച് ഇൻസ്റ്റാൾമെന്റിൽ പൈസ തരാം, അതൊന്നും ഒരിക്കലും എന്തല്ല, നമുക്ക് അതൊക്കെ അൺകണ്ടീഷണൽ അല്ല, അതൊക്കെ കണ്ടീഷണലാണ്. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻസ് കണ്ടീഷൻസ് സെയിം ആണ്. അപ്പൊ ക്വാളിഫിക്കേഷൻസ് ഇല്ലെങ്കിലോ കണ്ടീഷൻസ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് അൺക്വാളിഫൈഡ്. സോ ബി ഈസ് എ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ acceptance take place against a proposal. Okay, when the letter of acceptance is posted by, അത് obviously എന്താണ്, കറക്റ്റ് സംഭവം തന്നെയാണ്, കാരണം നേരത്തെ പഠിച്ച സംഭവം തന്നെയാണ്. പ്രൊപ്പോസറെ സംബന്ധിച്ച് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുക അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് വരിക അവിടുന്ന് പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ് ഫോർ സെയിൽ ഓഫ് ഗൂഡ്സ് ബൈ ഓപ്ഷൻ. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ ഒരിക്കലും അത് ഓഫർ ആയിട്ട് മാറില്ല, പക്ഷെ ബിഡ് ഓപ്ഷൻ. Okay, when a contract is formed and the acceptor has done something, he signifies and make his mind to do so, reads the offer. ഇവിടെ എന്താണ്, എപ്പോഴാണ് കോൺട്രാക്ട് ആവുക? A contract is formed and the acceptor informs, communicate, signifies his or her assent thereto, that is has done something to signifies his intention. Okay, ഞാൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് acceptor or informations ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ ഈ പറഞ്ഞ ഓഫറിന് കൊടുക്കുമ്പോഴേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if the offeree does not accept the offer according to the prescribed mode, normally the offer will lapse. But there is an option, the offerer may, it is given an option, നമ്മൾ ഈ counter offer പോലെ റിജക്ഷൻ ഓട്ടോമാറ്റിക് ആകില്ല. The offerer may accept reject such acceptance. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ എന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കണം, എന്നെ കോൺടാക്ട് ചെയ്യണം, കോൾ ചെയ്യണം, വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത്. സോ the method of acceptance which I have prescribed is calling, but you did all the message through WhatsApp. ഞാനിത് കണ്ടു, അപ്പോൾ I have an option as an offerer, either I can accept or reject. പക്ഷെ കൗണ്ടർ ഓഫർ അങ്ങനെയല്ല, ഇറ്റ് ഈസ് നോർമൽ, ഇറ്റ് ഈസ് റിജക്ഷൻ ആണ്, കാരണം we are going against the price. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ അക്സെപ്റ്റൻസ് ഒരിക്കലും ആക്സെപ്റ്റൻസ് അല്ല. ഓക്കെ, ഒരിക്കലും ആക്സെപ്റ്റൻസ് അല്ല. എനിക്ക് മേടിക്കണം താല്പര്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, സോ ഒരിക്കലും ആക്സെപ്റ്റൻസ് അല്ല. നെക്സ്റ്റ് a bid at an auction. ഇത് കൺഫ്യൂഷൻ ആവുന്ന സംഭവമുണ്ട്. ഇൻവിറ്റേഷൻ ടു ബിഡ് ഈസ് an invitation to offer. പക്ഷേ ലേല സമയത്ത് വന്നിട്ട് ലേലം വിളിക്കുന്നു, ഇറ്റ് ഈസ് an express offer to buy. ഇറ്റ് ഈസ് an express offer. ഞാൻ മേടിക്കുന്നു, ഓക്കെ, യെസ്, ഇറ്റ്സ് an offer to buy. ഇൻവിറ്റേഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2H, obviously it is 2H കോൺട്രാക്ട് ആണ്. അപ്പോൾ കോൺട്രാക്ടിന് എവിടെയാണെന്ന് നോക്കാം, 2H-ലാണ്. ഓക്കെ, ഒരു ഡെഫിനേഷൻ എന്താണ്? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. Total number of sections, it is 266 sections ഉണ്ട്. നെക്സ്റ്റ് general offers open to the world at large can be accepted by, എല്ലാ പിള്ളേരും ഇതിനാണ് ആൻസർ പറയുന്നത്. ഇറ്റ്സ് എ റോങ് ആൻസർ. അതായത് നമ്മൾ ഈ കാർലിൽ വേഴ്സസ് കാർബോലിക്കിന്റെ സ്മോക്ക് ബോൾ കമ്പനിയുടെ കേസിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ ചിലത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമ്മളൊരു പബ്ലിക് ഓഫർ നൽകും. അഡ്വർടൈസ്മെന്റ് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ പറഞ്ഞൊരു സാധനം നിങ്ങൾ ഇതേപോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, മറ്റേ ഒരു പട്ടിക്കുട്ടിനെ കളഞ്ഞു പോയി, അപ്പോൾ ഞാൻ പട്ടിക്കുട്ടിനെ കളഞ്ഞു പോയി കണ്ടു കിട്ടുന്നവർക്ക് ഞാൻ 50,000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പട്ടിക്കുട്ടിനെ കണ്ടുപിടിക്കാം. പക്ഷേ ഈ 50,000 രൂപ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പട്ടിക്കുട്ടിനെ കണ്ടുപിടിച്ച് തിരിച്ചു തരുന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. സോ അതുകൊണ്ട് തന്നെ എനി പേഴ്സൺ ഹു കംപ്ലൈസ് വിത്ത് ദ കണ്ടീഷൻ ഓഫ് ദ ഓഫർ, അതായത് യു ഹാവ് ടു ജസ്റ്റ് റീഡ് ഇറ്റ്. ചുമ്മാ എന്താണ് നമുക്കത് ചെയ്യാൻ പറ്റില്ല, ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ജനറൽ ഓഫർ. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ the communication of an acceptance is complete as against acceptor സംബന്ധിച്ച് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? when it is put in the court of transmission, when it is posted by him, when it is come to the knowledge of the proposer. ഓക്കെ, ഇത് ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. the communication is made by an unauthorized person. communication, it is does not result in an agreement. ഒരിക്കലും കൺസിഡറേഷൻ ഓഫറും പ്രോമിസ് ഒന്നും വരില്ല. ഇറ്റ് ഈസ് എഗ്രിമെന്റിലേക്ക് ഒരിക്കലും വരില്ല. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട്, എ പ്രോമിസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇന്റൻഷൻ ടു ഡു സംതിങ്, എ പ്രൊപ്പോസൽ വിച്ച് ഹാസ് ബീൻ അക്സെപ്റ്റഡ് അറ്റ് ജെന്റിൽമാൻസ് വേർഡ് ആണ്. ഇറലവന്റ് കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം 2B നമ്മൾ പഠിക്കുന്നുണ്ട്. എപ്പോഴാണ് ഒരു പ്രോമിസ് ബൈൻഡിങ് ആവുന്നത്? ഒരു പ്രോമിസ് ബൈൻഡിങ് ആവുന്നത് ഇറ്റ് ഈസ്
എപ്പോഴാണോ ആക്സെപ്റ്റൻസ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, അത് ബൈൻഡിങ് ആവുകയുള്ളൂ. അത് ബൈൻഡിങ് ആവുന്ന കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ promises. A promisee is promisee എന്ന് പറഞ്ഞാൽ ആരാണ്? A person who makes a promise no is a promiser. A person who monitors irrelevant. A person to whom the promise is made. So this is the right answer. Okay, clear. Next, competency to contract ആരൊക്കെയാണ്? Age of parties, soundness of the right parties, both age and soundness. ഇതാണ് വെച്ചുകൊണ്ട് നല്ല ആൻസർ. ഇന്റലിജൻസ് ഓഫ് ദ പാർട്ടീസും വേണം, പക്ഷേ ഏറ്റവും നല്ല ആൻസർ എന്താണ്? ഏജും അതേപോലെ തന്നെ സൗണ്ട്നെസ് ആണ്. നെക്സ്റ്റ്, ഇഫ് ഓൺലി പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ദ എൻറ്റയർ എഗ്രിമെന്റ് ആസ് പെർ 24 ഇറ്റ് ഈസ് വോയിഡ് ആട്ടോ. വോയിഡ് ആണ്, കംപ്ലീറ്റ്ലി ഇല്ലീഗൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, വെൻ എ കൺസെന്റ് ഇസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇറ്റ് ഈസ് വോയിഡബിൾ. കോർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്അപ്രസന്റേഷൻ ഇസ് ഓൾ കോൾഡ് ആസ് voidable. Okay, clear? Next, ഇവിടെ sections ഒക്കെ ചോദിക്കും കേട്ടോ. An agreement enforceable by law is called as contract. Agreement without consideration is very important. Is always void ആണ്. Exceptional cases ഉണ്ട്, പക്ഷേ normally an agreement without consideration is always considered as void ആണ്. Okay, agreement in restraint of marriage void ആണ്. Okay, restraint of trade void ആണ്. ഇങ്ങനത്തെ കുറേ agreements ഉണ്ട്. Vacating agreements void ആണ്. Next, match the following. Offer to A, acceptance to B, contract to H. Next, to D എന്ന് പറയുന്നത് കൺസിഡറേഷൻ ആണ്. നെക്സ്റ്റ് 2E ആണ് എഗ്രിമെന്റ്. കറക്റ്റ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻസ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ചാപ്റ്റർ നമ്പർ 2 നമ്മൾ MCQs എന്താണ് നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചാപ്റ്റർ നമ്പർ 3. Chapter number 3, the Sale of Goods Act 1930. Okay, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നു. നമ്മൾ ചാപ്റ്റർ 1 ഉം ചാപ്റ്റർ നമ്പർ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നൗ ചാപ്റ്റർ നമ്പർ 3 ആണ്. So the question is, the code of governing Sale of Goods Act was earlier contained in, അതായത് ഈ Sale of Goods Actന്റെ മദർ ആക്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എപ്പോഴും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരിക്കും ഇതിന്റെ മദർ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. അവിടെ നിന്നും എടുത്ത് മാറ്റി വെച്ചതാണ് Sale of Goods Act. ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സിനെ കുറിച്ച് മാത്രം, എന്ത് ടൈപ്പ് ഓഫ് അസറ്റ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞത്? ഇറ്റ് ഈസ് മൂവബിൾ ഉണ്ട്, ഇമ്മൂവബിൾ ഉണ്ട്. സോ വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് ദ മൂവബിൾ പ്രോപ്പർട്ടി. ഇതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടി ഓൺലി, നോട്ട് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നെക്സ്റ്റ്, ഗുഡ്സ് മീൻസ് എന്തൊക്കെ വരും ഒന്ന് നോക്കുക. എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് ലൈക്ക് ഡെറ്റ്, മണി, ഇതൊന്നും വരില്ല എന്ന് പറയുന്നു. രണ്ടാമത്, സം കൈൻഡ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതൊരിക്കലും ശരിയല്ല. നെക്സ്റ്റ്, എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ്, അതും ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇതും ശരിയല്ല. സോ ഓപ്ഷൻ നമ്പർ 1 is a right answer. Okay, clear? Next one, a valid contract of sale, it is does not include agreement to sell. No, includes hire purchase, adu varilla. Includes contract, it is sale. നമ്മൾ contract of sale പറയും, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള agreement to sell വരും. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഓഫ് സെയിലും വരും, എഗ്രിമെന്റ് ടു സെൽ ഇൻ ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an agreement to sell ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും എക്സിക്യൂട്ടഡ് ആകില്ല. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടറി ആണ്. സോ ബാക്കി ആൻസേഴ്സ് എല്ലാം റോങ് ആയിരിക്കും. സോ എഗ്രിമെന്റ് ടു സെൽ ഈസ് എ എക്സിക്യൂട്ടറി കോൺട്രാക്ട്, ഈസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട്. നെക്സ്റ്റ് വൺ, ഗൂഡ്സ് ആസ് ഡിഫൈൻഡ് ഇൻ ദ സെയിൽ ഓഫ് ഗൂഡ്സ് പറഞ്ഞത് മാത്രമല്ല, എന്തൊക്കെ വരും? റെയർ കോയിൻസ്, ഗുഡ് വിൽ, മണി വന്നാൽ വരില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, growing crops agree to be served before sale, old coins which നിലവിൽ നമ്മൾ യൂസ് ചെയ്യാത്ത കോയിൻസ്, അതപ്പോൾ ഗുഡ്സ്. ഇപ്പം നമ്മളിപ്പോൾ പഴയ 500-ന്റെ 1000-ന്റെ നോട്ട് മണിയിൽ വരില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗുഡ്, ഇറ്റ്സ് എ പേപ്പർ, പ്ലൈവുഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗുഡ് ഓൺലി. അപ്പോൾ ഇതും റൈറ്റ് ആൻസർ ആണ്. ഗുഡ് വിൽ, കോപ്പിറൈറ്റ്, പേറ്റന്റ്, ഫോറിൻ കറൻസി. ഓർത്തൊക്കെ ഫോറിൻ കറൻസി ഇന്ത്യയിൽ വെറും ഗുഡ് മാത്രമാണ്. കാരണം കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ത്യൻ കറൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് ആൾസോ കറക്റ്റ്. അതുകൊണ്ട് തന്നെ ബോത്ത് സി ആൻഡ് ദിസ് ഈസ് കറക്റ്റ്. സോ റൈറ്റ് ആൻസർ ഈസ് ദിസ് വൺ. സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് ബി ആൻഡ് സി. നെക്സ്റ്റ്, the sale of goods was extended to, it is obviously all of India. Next, the sale of goods act came into first day of July 1930, first day of July 1930. ഓർത്തുവെക്കുക, is very important. And conditions, ഇനിയാണ് അടുത്ത് പറയുന്നത് conditions and warranties എന്ന് പറയുന്നത്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കോൺട്രാക്റ്റിലെ മെയിൻ പേർപ്പസ് ആയിരിക്കും. അതിൽ എന്തെങ്കിലും ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. വാറണ്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഇപ്പം ഞാനൊരു കാറ് മേടിക്കാൻ പോകുമ്പോൾ ഓഫ് റോഡ് സിറ്റി ഡ്രൈവ് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ഓഫ് റോഡ് കാർ പറഞ്ഞു എനിക്ക് കിട്ടിയത് സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഞാൻ പറയും തൽക്കാലം 4 ടയർ ഉണ്ടല്ലോ ഓടിക്കോളൂല്ലോ, അങ്ങനെ ഞാൻ പറയുമോ? കാരണം എൻ്റെ പർപ്പസ് സർവ് ചെയ്യില്ല. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് കണ്ടീഷൻ. ഇറ്റ്സ് എ മെയിൻ തിങ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഐ ക്യാൻ ജസ്റ്റ് ക്യാൻസൽ ദ കോൺട്രാക്ട്. ഇനി അതേപോലെ അതിൻ്റെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല, എല്ലാം കറക്റ്റായിരുന്നു, എല്ലാം കറക്റ്റാണ്, ചെറുതായിട്ട് ഹോൺ ഒരു പിടുത്തം പോലെ, വണ്ടി തിരിച്ചു കൊടുക്കുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് വാറണ്ടി. അതായത് കണ്ടീഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം മാത്രമാണ് വാറണ്ടി എന്ന് പറയുന്നത്. സോ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റിപ്പുലേഷന് ഉടമ്പടിയാ കേട്ടോ. അപ്പോൾ കണ്ടീഷൻസ് ഈസ് എസെൻഷ്യൽ, ഒബിയസ്ലി ഇസ് റൈറ്റ് ആൻസർ. എന്താണെന്ന് നോക്കാം, കൊല്ലാട്ടർ ഒരിക്കലും വരില്ല, അതുകൊണ്ട് തന്നെ ഇതൊന്നും വരത്തില്ല. സോ ഫസ്റ്റ് ഈസ് റൈറ്റ്. അപ്പോൾ കണ്ടീഷൻസ് വാറണ്ടീസും തെറ്റിദ്ധരിക്കരുത്. വാറണ്ടീസ് സ്റ്റിപ്പുലേഷൻ ഓബിയസ്ലി പറഞ്ഞു, മെയിൻ അല്ല, സബ് ആണ്. ആ സബിന്റെ പേരാണ് കൊലാറ്ററൽ. സോ അതുകൊണ്ട് ഓപ്ഷൻ നമ്പർ ബി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്നും ഇവിടെ വരില്ല കേട്ടോ. കൊലാറ്ററൽ ഓർത്ത് വെക്കുക. വാറണ്ടി, കൊലാറ്ററൽ, കണ്ടീഷൻ, മെയിൻ. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. When a contract of sale is subject to any conditions to be fulfilled by the seller, the seller commits a breach of that condition. അതായത് നമ്മുടെ സിറ്റി ഡ്രൈവും ഓഫ് റോഡ് നിങ്ങൾ നോക്കുക. അപ്പോൾ അവിടെ സിറ്റി ഡ്രൈവ് തരുന്ന സാധനം ഓഫ് റോഡ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് എന്താ? ആസ് എ ബയ്യർ നമ്മുടെ റൈറ്റ് എന്താണ്? വി ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്ട്, സെയിം റൈറ്റ്. ദ ബയ്യർ മസ്റ്റ് വെയ്വ് ദ കണ്ടീഷൻ. നോ, വെയ്വ് എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് നോക്കുക. അതുകൊണ്ട് ഞാൻ സിറ്റി ഡ്രൈവ് വീട്ടിൽ കൊണ്ട് റോഡ് നന്നാക്കണം. ദ ബയ്യർ മേ ഡു എനിത്തിങ്. അതൊക്കെ ഇറലവന്റ് ആൻസർ ആണ്. The buyer may cancel the contract. That is a correct answer. The buyer has to compulsorily treat the breach of no. എപ്പോഴും this is the fourth one is a correct. The buyer may cancel or he can treat. അപ്പോൾ ഇത് റൈറ്റ് ആൻസർ തന്നെയാണ്. പക്ഷെ ഇവിടെ കമ്പൽസറി എന്ന് വരുമ്പോഴാണ് നമുക്കത് റോങ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെയിൽ ബൈ സാമ്പിൾ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇംപ്ലൈഡ് കണ്ടീഷൻസിൽ എന്താണ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് അത് ഔട്ട്പുട്ടിൽ വരുമ്പോൾ ഫോളോ ചെയ്യണം. അപ്പോൾ സെയിൽ സാമ്പിൾ ബൈ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലോ ഉറപ്പായിട്ട് നമുക്ക് വരുന്ന ബൾക്ക് എന്ന് പറയുന്നത് സാമ്പിൾ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സാമ്പിൾ പോലെ ഉണ്ടായിരിക്കണം, ഡിസ്ക്രിപ്ഷനും ആയിരിക്കണം എന്നുണ്ടോ. ദ ബൾക്ക് ഓഫ് ദ കറസ്പോണ്ട് ദ സാമ്പിൾ, അതും റൈറ്റ് ആൻസർ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളാണ്. എന്തൊക്കെയുണ്ട്? സാമ്പിളും ഉണ്ട്, ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൾക്കിൽ എന്ത് വേണം? സാമ്പിളും വേണം, ഡിസ്ക്രിപ്ഷനും വേണം. നെക്സ്റ്റ്, ഇത് റൈറ്റ് ആൻസർ ആണ്. ദ ബൾക്ക് ഡിസ്ക്രിപ്ഷൻ, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഡിസ്ക്രിപ്ഷൻ ഓൺലി, അത് തെറ്റാണ്. സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എന്ത് വേണം? ഡിസ്ക്രിപ്ഷനും വേണം, അതേപോലെ തന്നെ സാമ്പിളും വേണം. നെക്സ്റ്റ്, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സിലെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ആണ്. ഓർത്ത് വെക്കുക, തെറ്റിദ്ധരിക്കരുത്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓണർഷിപ്പ് ആണ്, അസെറ്റ് അല്ല. ജനറലി നമ്മൾ പറയും, അതായത് ഇതേ ആക്ടിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസിനാണ് അപ്ലിക്കേബിൾ ആകുക. മൂവേബിൾ പ്രോപ്പർട്ടീസിനാണ് അപ്ലിക്കേബിൾ ആകുക. പക്ഷെ ഇവിടെ പ്രോപ്പർട്ടി എന്ന് എടുത്ത് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ it is necessary to determine the precise movement at the time which the ownership of the goods passed from the seller to the buyer. എന്തുകൊണ്ടാണ് എപ്പോൾ ഓണർഷിപ്പ് പാസ്സാകും നമ്മൾ നോക്കുന്നത്? ഒന്ന്, റിസ്ക് പാസ് ദ പ്രോപ്പർട്ടി, ഓബിയസ്ലി റൈറ്റ് ആൻസർ ആണ്. സെല്ലർ ഇത് പാസ് ചെയ്ത് കൊണ്ട് പോകും, പക്ഷെ താഴെയുള്ളതും റിലേറ്റഡ് തന്നെയാണ്. ആക്ഷൻ ക്യാൻ ബി ടേക്കൻ ഓൺലി ബൈ ദ ഓണർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെയാണ് ഗൂഡ്സ് എങ്കിൽ, ഈവൻ ദോ ആ ഗൂഡ് സെല്ലറിന്റെ ഗോഡൗണിൽ ഇരിക്കുകയാണെങ്കിലും ഞാനാണ് ഓണർ എങ്കിൽ അവിടെ കത്തിപ്പോയ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത് ആരാണ്? ഞാൻ എന്നൊരു ഇൻഡിവിജ്വൽ ആണ്. കറക്റ്റ് ആണോ? അപ്പോൾ ഇതും ശരി ഉത്തരമാണ്. അപ്പോൾ ഉറപ്പായിട്ട് 2 ശരി ഉത്തരവാണെങ്കിൽ obviously all of the above ആണ്. The suit for the price by the seller does not lie unless the property has been passed to the buyer. അതായത് ഒരു ഗൂഡ്സിന്റെ റിസ്ക് പാസ് ആവുന്നത് എപ്പോഴും അതിന്റെ ഓണർഷിപ്പ്, ഓണർ ആരാണ്? ഓണർ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കാർ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒരഞ്ഞിട്ടുണ്ടെങ്കിൽ who is responsible? I'm not a responsible person. You are the responsible person because you are the owner. Okay, so all of the above is a right answer. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് തെറ്റുത്തരമായിട്ട് വരും. ശരിക്കും അത് റിയൽ ശരി ഉത്തരം തന്നെയാണ്. നെക്സ്റ്റ്, in case of an appropriation of goods which are essential requirement, appropriation is a separation നമ്മൾ പറയും. The goods should conform to the description and quality said in the amount. Obviously the goods must be devalued or of item. The appropriation must be the seller with the assent of the buyer. Obviously, so 3 correct option തന്നെയാണ്. all of the above is a right answer എന്ന് പറയുന്നത്. Next, appropriation എന്ന് പറഞ്ഞാൽ എന്താണ്? separating goods from the sold from other goods. Obviously putting the quantity of the goods sold in a suitable receptacles or of item. Delivering the goods to the carrier otherwise for the purpose of transmission, which is right answer all of the above. Next, the general rule of risk prima facie passes with the ownership. Okay, yes. Next, name of the code non habit എന്തായാലും നമ്മൾ പഠിച്ചത് സെയിൽ ബൈ നോൺ ഓണേഴ്സ് അല്ലേ? നോ വൺ ക്യാൻ ഗീവ് ഹൂ ഡസ് നോട്ട് ഹിംസെൽഫ് പോസസ്. ഇല്ലാത്തൊരു കാര്യം കൊടുക്കാൻ ആർക്കും പറ്റില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, the transfer document of title of the goods sold to the buyer amounts to. The transfer of
ഗൂഡ്സിന്റെ ടൈറ്റിൽ ഇപ്പോൾ ഇൻവോയ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീടിന്റെ ആധാരം പോലെ അതെന്താണ്? ഇറ്റ് ഈസ് എ സിംബോളിക് ഡെലിവറി ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ഡെലിവറി ഉണ്ട്. ആക്ച്വൽ ഡെലിവറി ഒരിക്കലും വരില്ല. സിമ്പിൾ ആണോ കൺസ്ട്രക്റ്റീവ് ആണ്? ഇറ്റ് ഈസ് സിംബോളിക് ആണ്. സിംബോളിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗൂഡ്സിന്റെ ബില്ല്, കാറിന്റെ കീ, ഇതെല്ലാം എന്താണ്? സിമ്പിൾ ആണ്. ഇറ്റ് ഇസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ടൈപ്പിലാണ് കൺസ്ട്രക്റ്റീവ് ഡീംഡ് നമ്മൾ പറയുന്നത്. ആക്ച്വൽ എന്ന് പറയുമ്പോൾ ശരിക്കും കൊണ്ടേ കൊടുക്കുമ്പോൾ തന്നെ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഡെലിവറി ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. സെക്ഷൻ 19 ടോക്സ് അബൌട്ട് ഇറ്റ് ഈസ് സ്പെസിഫിക് ആൻഡ് അസർട്ടൈൻ ഗൂഡ്സിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. നെക്സ്റ്റ് വോളണ്ടറി ട്രാൻസ്ഫർ. ഡെലിവറി എന്ന് പറഞ്ഞാൽ കേട്ടോ, ഒരാളുടെ കയ്യിൽ നിന്നും ഒരു സാധനം മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുന്ന സിസ്റ്റമിന്റെ പേരാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, ഡെലിവറി എന്ന് നമ്മൾ പറയുക. വോളണ്ടറി ട്രാൻസ്ഫർ. Next, which is the statement is incorrect? Duties of the seller. It is a duty of the seller to deliver the goods. Obviously, right? It is duty of the buyer to accept the goods and pay for. Obviously, it is not the duty of the seller. Is the wrong answer. Next, നമുക്ക് നോക്കാം. It's a duty of the buyer to take delivery. Obviously, so option number C is the incorrect statement. So correct, incorrect heading നോക്കിയിട്ട് താഴെ വരാൻ പാടുള്ളൂ. കാരണം 2 മാർക്ക് ഉണ്ട്. For valid contract of delivery may be എനി ടൈപ്പ്. 3 ടൈപ്പ് ഉണ്ട്. അത് ആക്ച്വലും ആകാം, സിംബോളിക്കും ആകാം, അതേപോലെ തന്നെ കൺസ്ട്രക്റ്റീവും ആകാം. സോ ഓൾ ഓഫ് ദി എബോവ് ഇസ് ആൻസർ. നെക്സ്റ്റ്, ഡെലിവറി ഓഫ് ദ കീസ് ഗോഡ് ഓൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഇറ്റ് ഈസ് സിംബോളിക് ഡെലിവറി. സിംബോളിക്. ഓക്കെ, അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ആരാ? ഏജന്റ് ഓഫ് ദ ബയർ. വരില്ല. ഏജന്റ് ഓഫ് ദ സെല്ലർ. ഒബ്വിയസ്ലി ഏജന്റ് ക്യാരിയർ ഓഫ് ട്രാൻസ്പോർട്ട്. നോ ഓൾ ഓഫ് ദി എബോവ് ഇസ്. ഓൾ ഓഫ് ദി എബോവ് കാണുമ്പോൾ പോരുത്. അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുമ്പോൾ എപ്പോഴും സെല്ലറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇസ് ഏജന്റ് ഓഫ് ദ seller is a right answer. Unpaid sellers and excise right എപ്പോഴാണ്? റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞത്. ഈവൻ വെൻ ദ പ്രോപ്പർട്ടി ദ ഗൂഡ്സ്. ഓബ്വിയസ്ലി ഓക്കെ, പ്രോപ്പർട്ടി പാസ് ചെയ്യുമ്പോഴാണ് നോർമൽ ലീൻ എക്സൈസ് ചെയ്യുക. പക്ഷെ ഗൂഡ്സ് ആരുടെ കയ്യിലുണ്ടാവും? സെല്ലറിന്റെ കയ്യിലുണ്ടാവും. നെക്സ്റ്റ്, അൺപെയ്ഡ് സെല്ലർ ക്യാൻ എക്സൈസ് റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് ഡെലിവറി ഓഫ് ദ ഗൂഡ്സ് ഈവൻ വെൻ ദ പ്രോപ്പർട്ടി. നോർമലി ഈവൻ 2 രീതി നമ്മൾ ചെയ്യും കേട്ടോ. ഈവൻ. അപ്പോൾ ഈവൻ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം എന്താണ്? പ്രോപ്പർട്ടി പാസ്സായില്ലെങ്കിലും ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ വിത്ത് ഹോൾഡിങ്ങും ലീനും സെയിം ആണ്. അതുകൊണ്ടാണ് ആ ഒരു കോൺവെർസേഷൻ യൂസ് ചെയ്യാൻ കാരണം. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. എക്സൈസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ആദ്യമേ കാണുമ്പോൾ ഇത് ഇൻസോൾവെന്റ് പോലെ കണ്ടാൽ ഇത് ഈസ് ആണ്, വരില്ല. ഫ്രോഡുലൻറ്റി, സ്മാർട്ട്ലി become insolvent. ഇത് 3ാമതും വരും. പക്ഷെ നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ ഫ്രോഡ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ബയ്യറിന് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇസ് ബയ്യർ ഈസ് ഇൻസോൾവെന്റ്. ബയ്യറിനടുത്ത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ടു സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് നമുക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെല്ലറിന്റെ ഗോഡൗണിൽ സാധനം പോവുകയും ചെയ്തു, ബയ്യറിന്റെ അടുത്ത് എത്തുകയും ചെയ്തില്ല. സോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് വൺ ഈസ് എ ട്രാൻസിറ്റ്. നമുക്ക് ഇതിന് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? നേരെ ഈ പറഞ്ഞ സെല്ലറിന് ഇവിടെ പോയിട്ട് ഈ സാധനം തിരിച്ചു മേടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ വണ്ടിക്കാർ നോട്ടീസ് കൊടുത്തിട്ട് പറയാടാ മോനെ നീ കൊടുക്കല്ലേ, തിരിച്ചു കൊണ്ടുപോവാ. അതും ചെയ്യും. സോ either ബെസ്റ്റ് ആൻസർ either A and B. ബോത്ത് A and B ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരെണ്ണം ചെയ്താൽ മതി. സോ നമ്മൾ ഇത് 3നെ റോങ് ആക്കിയാൽ ഓപ്ഷൻ നമ്പർ C is the right answer. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an auction of sale. Auction. The seller makes a use of pretended bidding. Pretended എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പല സിനിമകളുണ്ട്. മിസ്റ്റർ മരിമകൻ എന്നൊരു സിനിമയിലുണ്ടെന്നാണ്. അതായത് ചുമ്മാ നമ്മൾ പൈസ കൂട്ടി പോകുന്നത് വാശിക്ക് വേണ്ടി 5000, 10000 അവസാനം മേടിക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് പ്രിറ്റൻഡഡ് ബിഡിംഗ് എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ ആരെ ചതിക്കുന്ന പോലെയാണ്? നമ്മുടെ ബയ്യറിനെ ചതിക്കുന്ന പോലെയാണ്. ചതി എന്താ വരിക? വോയിഡബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വോയിഡബിൾ. ഓപ്ഷൻ ഓഫ് ദ ബയ്യറിന് നാളെ വന്നിട്ട് വേണമെങ്കിൽ പറയാം എന്നത് മനഃപൂർവ്വം ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്ത് ചതിച്ചതാണ് വേണമെങ്കിൽ പറയാം. ഓക്കെ, യെസ്, ബാഷ സിനിമയിലുണ്ട്. An auction sale is complete when? നോർമലി എങ്ങനെയാണ്? fall of the hammer. ഒരു തരം, 2 തരം, 3 തരം. സോ ദാറ്റ് ഈസ് കോൾഡ് as fall of the hammer. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കസ്റ്റമറി ട്രഡീഷൻസും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. നെക്സ്റ്റ്, so does it a form of combination of the buyers to prevent the competition among themselves at an auction sale? Knockout agreement നമ്മൾ പറയുവേ. അതായത് നമ്മൾ ഈ ആൾറെഡി എന്താണ് ലേലം വിളിക്കാൻ വരുന്നവർ ആ എഗ്രിമെന്റിൽ നിന്ന് ആ ലേലത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ഒത്തു കളിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ട്. നോക്കൗട്ട് എഗ്രിമെന്റ് നമ്മൾ പറയും. മീനിങ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ്, പ്രിറ്റൻഡഡ് ബിഡിംഗ് ഈസ് വോയിഡബിൾ ആണ്. അടുത്ത ഓപ്ഷൻ ഓഫ് ദ സെല്ലർ അല്ല, അടുത്ത ഓപ്ഷൻ ഓഫ് ദ
ബയ്യർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു കോൺട്രാക്റ്റിൽ വാട്ട് ഈസ് മീനിങ് ഓഫ് വോയിഡബിൾ എന്ന് പറയുന്നത്. ഒരാൾ എഗ്രേവ്ഡ് പാർട്ടിക്കാണ് എപ്പോഴും ഓപ്ഷൻ ഉള്ളത് കോൺട്രാക്ട് വാലിഡ് ആക്കാനും ഇൻവാലിഡ് ആക്കാനും. നെക്സ്റ്റ്, in auction sale the property shall be sold to the ആർക്കാണ് കൊടുക്കുക? ഇപ്പോൾ ഒരു ഗൂഡ്സ് വിൽക്കാൻ വേണ്ടി ലേലം വിളിക്കുന്നു. ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വിളിക്കുന്നവർക്കാണോ കൂടുതൽ പൈസയ്ക്ക് വിളിച്ചവർക്കാണോ? കൂടുതൽ പൈസയ്ക്കാണ്. സോ ഹയസ്റ്റ് ബിഡർ നമ്മൾ എന്ത് കൊടുക്കും? ലേലം ഉറപ്പിക്കും, ലേലത്തൊക്കെ ഉറപ്പിക്കും. നെക്സ്റ്റ് വൺ, unless excluded by an agreement to the contrary, where after a contract has been made but before it has been performed, excise duty is increased. Excise duty or tax അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ആര് കൊടുക്കണം? ബയർ കൊടുക്കണം. സെല്ലർ cannot charge, ഒരിക്കലും അങ്ങനെയില്ല. The seller can charge an increased price ഉറപ്പായിട്ട്. ഒന്നെങ്കിൽ പ്രൈസ് കൂട്ടാം, അല്ലെങ്കിൽ ടാക്സ് സെപ്പറേറ്റ് ആയിട്ട് ബയറിനോട് കൊടുക്കാൻ പറയാം, ഏതെങ്കിലും രീതിയിൽ. ഇറ്റ്സ് ബോത്ത് എ ആൻഡ് സി. Is the right answer. So it will be statement is right, but all of them. So that B and A and C is the correct answer. Next one. A sale is complete in the following transfer to one. Ownership. Okay. നമ്മൾ ഓപ്ഷനിലൊക്കെ എന്താണ് ഒരാളിൽ നിന്നും ആ ഒരു ഓണർഷിപ്പിൻ്റെ ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, the consideration in a contract of sale must be not a barter system. It is always price ആയിരിക്കണം consideration എന്ന് പറയുന്നത്, barter system അല്ല. നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സബ്ജക്ട് മാറ്റർ എപ്പോഴും എന്തായിരിക്കണം? ഗൂഡ്സ് ആയിരിക്കണം. സർവീസ് ഒന്നും നമ്മുടെ വരത്തില്ല, ഗൂഡ്സ് ആൻഡ് സർവീസും വരത്തില്ല. ഇറ്റ് ഈസ് ആൾവേസ് സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ഗൂഡ്സ് മാത്രമാണ്. നെക്സ്റ്റ്, ഓൺ വിച്ച് ഇയർ? 1930 നമ്മുടെ ഗൂഡ്സ് എൻഫോഴ്സ് ചെയ്ത് ആക്ട് എൻഫോഴ്സ് ചെയ്തത്. ആസ് പെർ സെയിൽ ഓഫ് ഗൂഡ്സ് ദിസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. മണി ഒരിക്കലും വരില്ല. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. ഇറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. അത് പഠിച്ചത് തന്നെയാണ്. നെക്സ്റ്റ്, ദ ഗൂഡ്സ് വിച്ച് ഫോം സബ്ജക്ട് ടു ദ കോൺട്രാക്ട് സെയിൽ മേ ബി എക്സിസ്റ്റിംഗ് ഗൂഡ്സ് or possessed by the or dash goods. Existing goods, specific goods ഒരു ഗൂഡും കൂടെ ഉണ്ട്, that is called as a future good. ഓക്കെ, അതിൽ സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്ത് ഫില്ലിംഗ് ബ്ലാങ്ക്സ് ഇട്ടതാണ്. നെക്സ്റ്റ്, ഡാഷ് the dash in a contract may be fixed by the contract, left to fixed by the third party or any other person. It is price. അതായത് ഒരു ഗുഡ്സിന്റെ പ്രൈസ് തീരുമാനിക്കാൻ പല രീതിയാണ്. മാർക്കറ്റ് പ്രൈസ് പറയും, അല്ലെങ്കിൽ വാല്യൂ ചെയ്യും, ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, a contract of sale is made by an offer to buy the sale for a price and dash for such offer acceptance. അതായത് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നതും കോൺട്രാക്റ്റിന്റെ ഭാഗം തന്നെയാണ് പഠിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്, കറക്റ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ഓഫറിനുള്ള ഒരു അക്സെപ്റ്റൻസ് ആയിരിക്കും ഈ ഒരു കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, a contract of sale of goods is contracted by the seller transfer agrees to transfer in the goods to the buyer for a price. റിസ്കിന് വേണ്ടി കൊടുക്കുന്നില്ല, പ്രൈസ്. അതൊന്ന് വായിക്കാൻ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ഫില്ലിംഗ് ബ്ലാങ്ക്സ് ആണ്. ആക്ച്വലി നമ്മളൊരു MCQ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമിനേഷനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ വിൽ ബി ക്വാളിഫൈഡ്. നോ ക്വാളിഫൈഡ് ആയിരിക്കാൻ പറ്റില്ല. ആൻഡ് ആംബിഗസ് കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്. ആൻഡ് കണ്ടീഷനിലാണെങ്കിൽ പ്രശ്നമില്ല, കാരണം മേ ബി എന്നാണ്. ഓക്കെ, അബ്സല്യൂട്ട് ആണ്. കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. Dash is a stipulation collateral, warranty. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, caveat emptor, let the buyer be aware. അറിയാം നമുക്ക്, let the buyer be aware, buyer. Okay, caveat doer എന്നുണ്ട്, അത് let the seller be aware, doer be aware. Okay, only deals that are in movable. Sale of goods act always talks about the movable goods. Section 64 it is auction sale ആണ്. സോ ഐ തിങ്ക് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറൗണ്ട് ഓഫ് ഒരു 50 ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 4 ഇസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. നെക്സ്റ്റ് 4th ചാപ്റ്റർ ആണ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. ഓക്കെ, സിമ്പിൾ ആണ്. MCQ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുള്ള എക്സാമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏതൊക്കെ നോക്കാം. സോ ഹിയർ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വന്നത്. നമുക്കറിയാം നമ്മൾ 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ചെക്ക് പഠിക്കുന്നു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിക്കുന്നു, പ്രോമിസറി നോട്ട്. അപ്പോൾ ഉറപ്പായിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ത് ടൈപ്പ് ഓഫ് കാര്യങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യുന്നു? ഓൾ ഓഫ് ദി എബോവ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഹിയർ ഓൾ ഓഫ് ദി എബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? സിമ്പിൾ ചോദ്യം. ബാങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു എക്സാമ്പിൾ ചോദിച്ച സംഭവമാണ്. ബാങ്കർ എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, എനി പേഴ്സൺ ആക്ടിങ് ആസ് എൻ എംപ്ലോയി ബാങ്ക് ആണ്. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്. ഓക്കെ. രണ്ടാമത്, എനി പേഴ്സൺ ആക്ടിങ് ആസ് എ ബാങ്ക്, അതായത് ഒരു ബാങ്കും പോസ്റ്റ് ഓഫീസും, ഇത് 2 ബാങ്കിൽ വരുമോ. മൂന്നാമത്, ഏജന്റ് ഓഫ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്. ബാങ്ക് എന്ന് പറഞ്ഞാൽ 2 ബാങ്കാണ്. ഒന്ന് സാധാ ബാങ്കും, ഇതൊന്ന് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്. അതായത് ചെക്കിന്റെ കാര്യം പറയുന്നതാണ്.
ബാങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എല്ലായിടത്തും പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പക്ഷെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടുത്തെ ജോലിക്കാരൻ ബാങ്ക് ആകില്ല, മാനേജിംഗ് ഡയറക്ടർ ബാങ്ക് ആകില്ല, ഒരു ബാങ്കിന്റെ ഒരു ഏജന്റ് ഒരിക്കലും ബാങ്ക് ആകില്ല. ബാങ്ക് തന്നെ, എനി പേഴ്സൺ, ദാറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൽ നമ്മൾ ഉറപ്പായിട്ട് എന്താണ്, റിട്ടൺ ആയിട്ട് ഞാൻ പൈസ തരാം എന്ന് പറയണം. പൈസ തരാനുള്ള ആഗ്രഹമാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതൊരിക്കലും പ്രോമിസറി നോട്ട് എന്ന് പറയാൻ പറ്റില്ല. സോ ഐ അക്നോളജ് മൈസെൽഫ് ടു ബി ഇൻഡെപ്റ്റഡ് ടു ബി ₹1000 and to be paid on demand for value received. അതായത് ഞാൻ നിനക്ക് പൈസ തരാൻ കടപ്പെട്ടിരിക്കുന്നു. പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തരാം. നോ. നെക്സ്റ്റ്, ഐ ഓ യു, ഞാൻ നിനക്ക് 1000 തരാനുണ്ട്. നെക്സ്റ്റ് വൺ, ഐ പ്രോമിസ് ടു പേ ബി ഓർ ഓർഡർ ₹500. ഞാൻ ബിക്ക് 500 അല്ലെങ്കിൽ ബി പറയുന്ന ആൾക്ക് 500 കൊടുക്കാം. ദാറ്റ് ഈസ് ആൻ എക്സ്പ്രസ് പ്രോമിസ്. ഓക്കെ, സോ ദിസ് ഈസ് എ കറക്റ്റ് വൺ. അപ്പോൾ ഇതെന്താണ്? വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ. Okay, which is not an example of this one. Actually, the best note എന്ന് പറയുന്നത് ഇതാണ്. To be paid and for demand, നീ ചോദിക്കും തരാം. ഇറ്റ്സ് വാലിഡ് തന്നെയാണ്, ഇത് വാലിഡ് തന്നെയാണ്, ഇത് ഓപ്ഷനിൽ വരില്ല നമുക്ക്. അപ്പോൾ ഇതാണ് ഏറ്റവും നമുക്ക് പ്രോമിസിനോട് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദ സെക്കൻഡ് പെർഫെക്റ്റ് ദിസ് വൺ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് പ്രോമിസറി നോട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ പൈസ തരാനുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും പ്രോമിസറി അല്ല. സോ അതുകൊണ്ടാണ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോമിസറി നോട്ട്. നെക്സ്റ്റ്, പ്രോമിസിനോട് എത്ര പാർട്ടീസ് ഉണ്ട്? 2 പാർട്ടീസ് ഉണ്ട്. നമുക്കറിയാം, മേക്കറും പേയും 2 പാർട്ടീസ് ഉണ്ട്. നെക്സ്റ്റ്, പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രോമിസറി നോട്ടിനെ കുറിച്ച് യോജിക്കാത്ത കാര്യം ഏതാണ്? വിച്ച് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് പ്രോമിസറി നോട്ട്. It contains an unconditional undertaking. Okay. It contains an amount mentioned is ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യണം, റൈറ്റിംഗിലായിരിക്കണം, സൈൻ ചെയ്യണം. അപ്പോൾ വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. കണ്ടീഷണൽ അല്ല, ആക്ച്വലി ഇത് അൺകണ്ടീഷണൽ ആണ്. അൺകണ്ടീഷണൽ ആണെങ്കിൽ 4 ശരിയാണ്. അപ്പോൾ ഇത് കണ്ടീഷണൽ ആയതുകൊണ്ട് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം വിച്ച് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. അത് ഇതൊരിക്കലും പ്രോമിസ് നോട്ടിനെ സംബന്ധിച്ച് ശരിയല്ല. കാരണം ഒരിക്കലും പ്രോമിസ് നോട്ട് കണ്ടീഷൻ ആകാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡയറക്റ്റായിട്ട് കണ്ടീഷണലി ആകാൻ പറ്റില്ല എന്നല്ല, കണ്ടീഷൻ ആകാൻ പറ്റും. പക്ഷേ അത് മനുഷ്യരാശിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ തരാം, ഇറ്റ് ഈസ് വാലിഡ് ആണ്. അതല്ലാതെയുള്ള കാര്യങ്ങളൊന്നും വാലിഡ് അല്ല. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ദ ട്രാൻസാക്ഷൻ ഓഫ് നെഗോഷിയേഷൻ ഇൻസ്ട്രുമെന്റ് അറ്റ്ലീസ്റ്റ് എത്ര പാർട്ടീസ് വേണം? അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് വേണം. സെക്കൻഡ്, ദ പേഴ്സൺ നെയ്മഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ് ടു whom or whose order the money by the instrument is directed to be paid. ആർക്കാണോ പൈസ കൊടുക്കാനുള്ള അയാളുടെ പേരെന്താ? പേയി എന്നാണ്. ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അയാളുടെ പേര് പേയി എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. അതിനുശേഷം നെഗോസിയേഷൻ 2 ടൈപ്പ് നമുക്കറിയാം. ഒന്ന് ഓർഡർ ഇൻസ്ട്രുമെന്റും ബെയറർ ഇൻസ്ട്രുമെന്റ്. നമ്മളൊരു ബെയറർ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബിയറർ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ബെയറർ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജസ്റ്റ് ഡെലിവറി ചെയ്താൽ മാത്രം മതി. പക്ഷെ ഒരു ഓർഡർ ഇൻസ്ട്രുമെന്റ് വി ഹാവ് ടു സൈൻ ഇറ്റ് ആൻഡ് വി ഹാവ് ടു ഡെലിവർ ഇറ്റ്. സോ 2 ടൈപ്പ് ഓഫ് നെഗോസിയേഷൻ ആണ്. ഒന്ന് നെഗോസിയേഷൻ ബൈ ഡെലിവറി ആൻഡ് നെഗോസിയേഷൻ ബൈ എൻഡോഴ്സ്മെന്റ്. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. ഇനി വേറെ ഒന്നും, നെഗോസിയേഷൻ ബൈ ട്രാൻസ്ഫർ അത് ശരിയാണ്, പക്ഷേ ഡെലിവറി ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, സോ 9A. നെക്സ്റ്റ് വൺ, എ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ്. അത് ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആരെപ്പോഴും, ചെക്ക് ഇഷ്യൂ ചെയ്യുന്നപ്പോഴും ബാങ്കാണ്. അപ്പോൾ ആ ബാങ്കിന്റെ ഡെഫിനേഷൻ ആണ് നേരത്തെ നമ്മൾ പഠിച്ചത്. പോസ്റ്റ് ഓഫീസ്, ബാങ്കിൽ ചെക്കും എല്ലാം വാലിഡ് ആണ്. ക്ലിയറിംഗ് ഹൗസ്, നമ്മൾ ഈ ചെക്ക് ക്ലിയർ ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് കളക്ടിംഗ് ബാങ്കർ ടു പേയിങ് ബാങ്കർ. ഇതിന്റെ നടുക്കത്തെ പ്രോസസ് എന്ന് പറയുന്നത് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ഉണ്ട്, ക്ലിയറിംഗ് ഹൗസ് ഉണ്ട്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഫൈനാൻസ് ആയതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മാനേജ് ചെയ്യുന്നത്. അടുത്തത് എൻഡോഴ്സ്മെന്റ് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കുറേ ടൈപ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ഏത് ടൈപ്സ് ഒക്കെയാണ്? ഫുള്ളും ബ്ലാങ്കും. ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോഴ്സറിന്റെ പേരും എൻഡോഴ്സിന്റെ പേരും മെൻഷൻ ചെയ്ത ഫുൾ എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സിന്റെ പേര് മെൻഷൻ ചെയ്യാതെ ഞാൻ ജസ്റ്റ് സൈൻ ചെയ്ത് നൽകിയ ദാറ്റ് ഈസ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. അപ്പോൾ ഫുൾ എൻഡോഴ്സ്മെന്റ് ഈസ് ഈക്വൽ ടു ഓർഡർ എൻഡോഴ്സ്മെന്റ്. ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ഈസ് ഈക്വൽ ടു ബെയറർ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഓർത്ത് വെക്കുക. സോ എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് ആൻഡ് എൻഡോഴ്സ്മെന്റ് ഇൻ ഫുൾ. ഈ ഐ യൂസ് ചെയ്താൽ വ്യത്യാസമില്ല. ഓക്കെ, ക്ലിയർ. Next, a negotiable instrument endorsed in blank is payable to the, ഇപ്പൊ പറഞ്ഞ് നിർത്തിയതുകൊണ്ട് it is always bearer. ആർക്ക് വേണമെങ്കിലും പേ ചെയ്യാം. കാരണം ആർക്കാണെന്നുള്ളതില്ല. അപ്പോൾ ആർക്ക് കിട്ടിയാലും അതിന് ഓണർ ആകും. നെക്സ്റ്റ്, if the person is to be paid after due date, the interest is very important question. Repeated question ആണ്. നോർമലി ഡ്യൂ ഡേറ്റിൽ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ഹോണർ ചെയ്തില്ല, ഡിസോണർ ആയ വി ഹാവ് ടു പേ 18% ഇൻട്രസ്റ്റ്. ഇഫ് നോ ഇൻട്രസ്റ്റ് ഈസ് സ്പെസിഫൈഡ്, ഇറ്റ്സ് എ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് വി ഹാവ് ടു ഗിവ്. ഓക്കെ, ഇൻ എനി ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ്,
ദ ഡിസോണർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മേ ബി, രണ്ട് സമയത്താണ് ഡിസോണർ ആകുക. അതിൻ്റെ അകത്ത് പ്രോമിസറി നോട്ടും ചെക്കും നോൺ പേ ചെയ്താലാണ് ഡിസോണർ ആകുക. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് രണ്ട് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, നമ്മൾ ആക്സെപ്റ്റൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യണം. രണ്ടാമത് നമ്മൾ പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആക്സെപ്റ്റൻസ് ചെയ്തില്ലെങ്കിലും ഡിസോണർ ആകും ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ ബാക്കി ഇൻസ്ട്രുമെന്റിന് ഓബിയസ്ലി അതും ഡിസോണർ ആകും. സോ നോൺ ആക്സെപ്റ്റൻസിനും നോൺ പേയ്മെന്റിനും ഡിസോണർ ആകും. ഓക്കെ, ബാക്കി നോട്ടിങ് പ്രൊട്ടസ്റ്റ് കാര്യമില്ല. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. പ്രോമിസറി നോട്ട് സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോമിസറി നോട്ട്, ബില്ല്, ചെക്ക് എല്ലാം വരും. ഷെയർ സർട്ടിഫിക്കറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. യു കനോട്ട് ജസ്റ്റ് ട്രാൻസ്ഫർ ഇറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് സെക്ഷൻ നെഗോഷ്യബിൾ ഡിഫൈൻസ് ചെക്ക്? നാലാമത്തത് പ്രോമിസറി നോട്ട്, അഞ്ചാമത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ആറാമത്തത് ചെക്കാണ്. ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ ഈ കോയർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ 15, 16, 17, 18 അതേ ഒരു ഫ്ലോയിൽ തന്നെ പോകുന്ന പോലെയുള്ള MCQ ക്വസ്റ്റൻ ആണ് ഇവിടെ വരിക. നെക്സ്റ്റ്, ചെക്ക് 6 ആണ്. പ്രോമിസറി നോട്ട് മസ്റ്റ് ബി ഓറൽ, ഓറൽ ഓർ റിട്ടൺ, ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻ ബൈ ദ മേക്കർ. ഓക്കെ, നോട്ട് നെസസറി സൈൻ ഒന്നും പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു കോൺട്രാക്ട് അല്ല പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഷുഡ് ബി റൈറ്റിംഗ് ആൻഡ് സൈൻ ബൈ ദ മേക്കർ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ടൈം ലിമിറ്റ് ഫോർ ചെക്കിന്റെ വാലിഡിറ്റി? ഒരു പ്രാവശ്യം ചെക്കിൽ ഡേറ്റ് എഴുതിയാൽ 3 മാസം വരെ വാലിഡിറ്റി ഉണ്ടാവും. Before it is 6 months, now it is 3 months ആണ്. ഓർത്ത് വെക്കുക. Who is primarily liable to the primary liability in promissory note? Obviously it is a maker. അപ്പോൾ secondary liability will come to the endorser. Okay, clear? Yes. Next one, which section of the deals with the dishonor is very important, right? Dishonor 138 ആണ്. പണിഷ്മെന്റ് എത്രയാണ്? 2 years plus twice. അത് ഓർ ആകാം അല്ലെങ്കിൽ ബോത്ത് ആകാം. രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓർ ആകാം അല്ലെങ്കിൽ ബോത്ത് ആകാം. നെക്സ്റ്റ്, which of the following instrument is always drawn on a bank? ജസ്റ്റ് നമ്മൾ പഠിച്ചതോട് ചെക്കാണ് എപ്പോഴും ഡ്രോൺ, അതായത് ഡ്രോൺ ഓൺ എന്ന് പറയുന്നത് ഡ്രോയി എപ്പോഴും ചെക്കിൽ ആരാ? ബാങ്കാണ്. ഇറ്റ് മീൻസ് ഐ കാൻ നോട്ട് ഇഷ്യൂ എ ചെക്ക്. ഞാനൊരു പേര് എഴുതിയിട്ട് മിസ്റ്റർ റോബിൻ തോമസ് എന്നൊരു ബാങ്ക് എന്ന പേര് എഴുതിയിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി ദ ബാങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ്, നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, ട്രാൻസ്ഫർ എന്നാണ്. ഇറ്റ് മീൻസ് it can be transferred from one person to another person. That is called as negotiable എന്ന വാക്കിന്റെ അർത്ഥം. വൺ പേഴ്സണിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമിന്റെ പേരാണ് നെഗോസിയേബിൾ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ചെക്ക് ഈസ് ആൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. അതായത് നമ്മൾ എപ്പോഴും ചെക്ക് എഴുതുന്നത് ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ള ചെക്ക് എഴുതുന്നത്. അല്ലെങ്കിൽ ഒരു ചെക്ക് ബുക്ക് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചിട്ട് അത് 10 ദിവസം തീരും, 3 മാസം തീരുന്നല്ല. എവിടെയാണ് ചെക്കിന് ഡേറ്റ് എഴുതിയാൽ അപ്പോൾ ആ ഡേറ്റ് എഴുതണോ വേണ്ടിയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അപ്പോൾ എനിക്ക് ചെക്ക് ഒരാൾ കൊടുക്കാനുണ്ട്, എനിക്ക് പേഴ്സണൽ ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. സോ വെൻ ടൈം അറൈവ്സ്, വെൻ യു വാണ്ട് ആക്ച്വലി. നെക്സ്റ്റ്, ചെക്കിൽ ക്രോസ് ചെയ്താൽ, ചെക്കിൽ നമ്മളിങ്ങനെ സൈഡിൽ കുറേ ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഉണ്ട് അല്ലേ? ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്, റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ്, അത് കുറേ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രോസ് ചെയ്താൽ നിങ്ങൾ കൗണ്ടറിൽ കൊണ്ടു കൊടുത്താൽ പൈസ കിട്ടില്ല. അതാണ് ക്രോസിംഗിൻ്റെ. അപ്പോൾ താഴെ വീണ ഒരാൾ എന്താണ്, അയാളുടെ കയ്യിൽ എന്താണ് ചെക്ക് കിട്ടി, അയാളുടെ ബാഗിൽ കൊണ്ടു കൊടുത്താൽ കൗണ്ടറിൽ നമ്മളിങ്ങനെ ക്യൂ നിൽക്കില്ല, അവിടെ ചെക്കിലേക്ക് പൈസ കിട്ടില്ല. അത് ഓബിയസ്ലി ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുകയുള്ളൂ. ഇറ്റ് ഈസ് ആൾവേസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എ പേഴ്സൺ. നെക്സ്റ്റ്, ദ ഡ്രോവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചെക്കിന്റെ ഡ്രോയർ അല്ലെങ്കിൽ ഡ്രോവർ എന്ന് രണ്ട് രീതിയിൽ പറയുന്നത് ചെയ്യും. അതിന് ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചെക്കിന് ഡ്രോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു സൈൻസ്, ദാറ്റ് ഈസ് ഐ എം ദ അക്കൗണ്ട് ഹോൾഡർ, ഐ എം കോൾഡ് ആസ് എ ഡ്രോയർ. സോ ദ പേഴ്സൺ ഹു സൈൻസ് ആൻഡ് ഇഷ്യൂസ് ദ ചെക്ക്. അപ്പോൾ ഇവിടെ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ആരാണ്? ബാങ്ക്. അപ്പോൾ പേ ആരാണ്? ഞാൻ തന്നെയാകാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാൻ പൈസ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഐ എം ദ ഡ്രോയർ, ഐ എം ദ പേ. അതർവൈസ് ദ തേർഡ് പാർട്ടി. നെക്സ്റ്റ് വൺ, a check may become non-negotiable when, അതായത് എപ്പോഴാണ് ചെക്കോ ഇൻസ്ട്രുമെന്റ് ഏതൊന്നും ആയിക്കോട്ടെ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്? സിമ്പിൾ ആയിട്ട് നോട്ട് നെഗോഷ്യബിൾ എഴുതി കഴിഞ്ഞാൽ ക്രോസിംഗ് എന്ന് പറയുന്നത് ചെക്കിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ക്രോസ് ചെയ്യില്ല. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ നിങ്ങളുടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ഫർദർ എൻഡോഴ്സ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഫീച്ചർ അതോടുകൂടി തീരും. ഓക്കെ, നെക്സ്റ്റ്, ദ ബാങ്ക് ക്യാൻ റിഫ്യൂസ് ടു ഹോണർ ദ ചെക്ക് ഇൻ ക്യാൻ, മേ, മസ്റ്റ് അല്ല, ഓപ്ഷൻ ഏതൊക്കെയാണ്? ഏതൊക്കെ കേസസിൽ എക്സെപ്റ്റ് ഏത് കേസ് ഒഴികെ ബാക്കി എല്ലാ കേസസിലും റെഫ്യൂസ് ചെയ്യാൻ പറ്റും? സിഗ്നേച്ചർ മാച്ച് അല്ലെങ്കിൽ ഉറപ്പായിട്ട് റെഫ്യൂസ് ചെയ്യും. പൈസ ഇല്ലെങ്കിലും റെഫ്യൂസ് ചെയ്യും. പോസ്റ്റ് ഡേറ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ നാളത്തെ ഡേറ്റ് എഴുതിയിട്ട് ഇന്ന് കൊണ്ട് പ്രസന്റ് ചെയ്താലും വേണമെങ്കിൽ തിരസ്കരിക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പക്ഷേ
പ്രോപ്പർലി ഫയൽ ചെയ്തിട്ട് ഫില്ലൊക്കെ ചെയ്തിട്ട് ഫണ്ടും അവൈലബിൾ ആണെങ്കിൽ ബാങ്കിന് ഒരിക്കലും അതിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാങ്ക് ഉറപ്പായിട്ടും അതിൻ്റെ പൈസ കൊടുത്തേ പറ്റും. നെക്സ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡെഫിനേഷൻ സെക്ഷൻ നമ്പർ 5 ആണ്. ആളെ നമ്മൾ ഡിഫൈൻ ചെയ്തു. In a bill of exchange, who is directed to pay? Who is directed to pay എന്ന് പറയുമ്പോൾ you have to pay. That who എന്ന് പറഞ്ഞാൽ ആരാണ്? It is always drawee ആണ്. Clear ആണോ? Yes. Which of the following is not an essential feature of a bill of exchange? It must be in writing. It's obviously essential. It must be signed. It must contain unconditional. പക്ഷെ ഒരിക്കലും bill of exchange ബെയറും ഡിമാൻഡും ഒരുമിച്ച് വരില്ല കേട്ടോ. ബെയറും ഡിമാൻഡും ഒരുമിച്ച് വരില്ല. ഒന്നെങ്കിൽ ഓർഡറും ഡിമാൻഡും അല്ലെങ്കിൽ ടൈമും ബെയറും. ഓക്കെ, കാരണം ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ടൈം ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സ്ഡ് ടൈം ആകുക നമ്മൾ കൊടുക്കുന്നതാണ് ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ്. ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈം ഇല്ലാതെ ആവശ്യം വരുമ്പോൾ കൊടുക്കുന്നതാണ്. ടൈം ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് ടൈമിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. സോ ദിസ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കോൺസെപ്റ്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ബേസിക് ആയിട്ടുള്ള വരാൻ സാധ്യതകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 5. ചാപ്റ്റർ നമ്പർ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ചാപ്റ്റർ നമ്പർ 5, ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇതും MCQസിന് എന്താണ് ഒരു ചെറിയ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഒരു ക്വസ്റ്റൻ ഒക്കെ നമുക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്നൊരു ചാപ്റ്റർ നമുക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ചാപ്റ്റർ നമ്പർ 5 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഏതൊക്കെയാണ്. ദ ഫസ്റ്റ് വൺ, an act of the firm എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫേം ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് ചെയ്ത പോലെയാണ്. So we know that there is a relationship called as mutual agency between partners and the firm, right? So an act of the firm എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്ത പോലെയാണ്? ബേസിക്കലി പാർട്ട്നേഴ്സ് ചെയ്ത പോലെയാണ്. അതായത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്താലും ഫേം ചെയ്ത പോലെയാണ്, ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിലും ഫേം ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, so an act of the firm means any partner or agent of the firm that is called as partners which gives rise to a right enforceable by or against the firm. അതായത് ഫേമിന് ഫേവർ ആയിട്ടോ അഗെയിൻസ്റ്റ് ആയിട്ടോ ഒരു ഏജന്റ് ചെയ്താൽ ആര് ചെയ്ത പോലെയാണ്? ഫേം ചെയ്ത പോലെയാണ് in the ordinary course of business. An act by all the partners. An omission എന്ന് പറഞ്ഞാൽ എന്താണ്? An act which is it has to be done but not yet done. So that is called as omission. So all of the above is the right answer. Clear? Okay. രണ്ടാമത്തെ ചോദ്യം, when there is no provision is made. നിങ്ങൾക്ക് ആ ടൈപ്പ് കാണുമ്പോഴേ മനസ്സിലാകും. When there is no provision is made in the contract between the partners for the duration and determination. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താണ്? Obviously ഒരു particular partnership. General type of business, general. Fixed duration. ഒന്നും ഇല്ലെങ്കിൽ it is obviously partnership at will. The next one, the dissolution of partnership means what? There are two types of dissolution. The first one, dissolution of partnership, and the second one is dissolution of the firm. അതായത് പാർട്ട്നേഴ്സിന് തമ്മിലുള്ള ഒരാൾ വരുന്നു പോകുന്നു is all called as dissolution. അത് രണ്ടിന്റെ അർത്ഥം എന്താണ്? അവസാനം എന്നാണ്. പാർട്ട്ണർഷിപ്പ് അവസാനിക്കും. ഇപ്പം ഞാനും ഒരു 10 പേരെ കൊണ്ട് പാർട്ട്ണർഷിപ്പ് ഫോം തുടങ്ങി, അതിനകത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. ഇറ്റ് മീൻസ് ഫോം അവസാനിക്കുന്നില്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് dissolution of partnership. ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും കൂടെ പോയിട്ട് ബിസിനസ് അവസാനിപ്പിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് dissolution of firm എന്ന് പറയുന്നത്. സോ ഹിയർ ദ ക്വസ്റ്റൻ ഈസ് ദേ ആർ ആസ്കിംഗ് ഓൺലി അബൌട്ട് ദ dissolution of partnership എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് dissolution of partnership between all the partners. It is not dissolution of partnership, dissolution of firm ആണ്. മീൻ ചേഞ്ച് ദ റിലേഷൻ. അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണർ വരുന്നു പോകുന്നു, ഡെത്ത് ഓർ ഇൻസോൾവൻസി, ഒരാൾ ആഡ് ആകുന്നു, ഡിലീറ്റ് ആകുന്നു. ഡിലീറ്റ് മീൻസ് ഒരാൾ പോകുന്നു. ഇറ്റ് മീൻ dissolution of the order of the court. അതായത് ഈ രണ്ട് സാഹചര്യങ്ങളിലും ഫേം ആണ് ഡിസൊല്യൂഷൻ ആകുന്നത്. നമുക്ക് എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഇറ്റ് മീൻസ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം ചേഞ്ച് ആകും. ദാറ്റ് ഈസ് കോൾഡ് ആസ് dissolution of the relation ചേഞ്ച് ആകും. dissolution of partnership. ഫിഫ്ത്ത് വൺ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ആകാൻ പറ്റും? 3 സിനാറിയോ ഉണ്ട്. ഒന്ന്, ഒരാളുടെ കൺസെന്റോട് കൂടി, അല്ലെങ്കിൽ ഇനി എക്സ്പ്രസ്ലി എഗ്രിമെന്റിൽ പറയുവാണ് കൺസെന്റ് ഒന്നും വേണ്ട, ആവശ്യമില്ലാത്തവർക്ക് പോകാം, അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മൂന്നാമത്തെ, പാർട്ട്ണർഷിപ്പ് എട്ട് വില്ലിൽ ബാക്കി പാർട്ട്നേഴ്സിന് നോട്ടീസ് കൊടുക്കുന്നതോടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാർട്ട്ണറിന് റിട്ടയർ ആകാൻ പറ്റും. സോ ഓൾ ഓഫ് ദി അബോവ് ഈസ് എ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, വാട്ട് വുഡ് ബി ദ പൊസിഷൻ വരെ മൈനർ എലക്ട്സ് നോട്ട് ടു ബിക്കം. നമുക്കറിയാം 6 മാസത്തെ ആ ഒരു സമയത്തുള്ളിൽ നോട്ടീസ് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും മൈനറിന് റൈറ്റ് ഉണ്ട്. ഒരു പക്ഷേ മൈനർ പറയുകയാണ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു കണ്ടിന്യൂ, അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് സംഭവിക്കും? മൈനർ പാർട്ട്ണർ, അതായത് ആ ഒരു ബെനിഫിഷ്യറിൽ നിന്ന് അവൻ അവസാനിക്കും. ഇനി ഒരിക്കലും അവന് പാർട്ട്ണർഷിപ്പുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ നോട്ടീസ് കൊടുക്കുന്നതോടെ വരെയുള്ളൂ അവൻ്റെ റൈറ്റ്സും ലയബിലിറ്റീസും. അപ്പോൾ നമുക്കറിയാം ഒരു പാർട്ട്ണറെ പിരിഞ്ഞ് പോകുമ്പോൾ 3 കാര്യങ്ങൾ കിട്ടും. ഒന്ന് എന്താണ്? അസറ്റിന്റെ ഷെയർസ് കിട്ടും, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കിട്ടും, അത്രയും നാളുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ടിങ് അക്യുമുലേറ്റഡ് ലോസസ്, എല്ലാ കാര്യങ്ങളും കിട്ടും. ഒരു പക്ഷേ പാർട്ട്നേഴ്സ് അസറ്റ് റീവാലുവേഷൻ ചെയ്തിട്ട് മൈനറിന്റെ ഷെയർ തരാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ സ്യൂ ചെയ്യാൻ പറ്റും.
ഓക്കെ, ക്ലിയർ ആണ്? ഇനി ഫർദർ കാര്യങ്ങൾക്കൊന്നും ലയബിളും അല്ല, നോട്ടീസ് കൊടുക്കുന്ന അന്നോട്ട് ലയബിൾ അല്ല. 3 കാര്യങ്ങളുണ്ട്. He shall be entitled to sue the partners for his share in the property profit. Obviously ഈ നോട്ടീസ് കൊടുക്കുന്നതോളം വരെ ഇവന്റെ റൈറ്റ്സും ലയബിലിറ്റി കണ്ടിന്യൂ ആകുള്ളൂ, അതും ശരിയാണ്. നെക്സ്റ്റ്, നോട്ടീസ് കൊടുത്തതിന് ശേഷം നടക്കുന്ന ഒരു കാര്യത്തിനും പാർട്ട്ണർ ലയബിൾ അല്ല, അതായത് ഈ മൈനർ ലയബിൾ അല്ല, അതും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദി എബോവ് ഈസ് എ റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദി എബോവ് ഈസ് എ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 1, 2, 3, 4 കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, യെസ്. The partners in a firm may contract between the partners. എന്തൊക്കെ ചെയ്യാൻ പറ്റും? സെക്ഷൻ നമ്പർ 20 എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട്നേഴ്സിന് ഇംപ്ലൈഡ് അതോറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനും റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി ഈസ് കറക്റ്റ്. റെസ്ട്രിക്റ്റും ചെയ്യാം, എക്സ്റ്റെൻഡും ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ. When there is any change in the constitution of the firm, what would be the statute of the continuing guarantee given to the firm? Section number 38. അതായത് നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് ഫോമിൽ എന്തെങ്കിലും ചേഞ്ചസ് ആയിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം പുറത്തു കൊടുത്ത ഗ്യാരണ്ടിയോ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരാൾ കൊടുത്ത ഗ്യാരണ്ടിയോ, അത് എന്നാ ഗ്യാരണ്ടിയാ? കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ചേഞ്ച് ആകുന്ന അന്ന് റിവോക്ക് ആകും ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന്. പഴയ ട്രാൻസാക്ഷൻസ് അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് എന്താണ്? അത് റിവോക്ക് ചെയ്യപ്പെടുന്നുണ്ടോ? It shall be revoked as to the future transaction. So this revoke word is also important. ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന് മാത്രം, അതായത് ഇന്നാണ് ഗ്യാരണ്ടി കൊടുത്തത്, അടുത്ത 2 വർഷത്തേനാണെങ്കിൽ ഇവിടെയാണ് ചേഞ്ചസ് ആവുന്നുണ്ടെങ്കിൽ ഇവിടം വരെ നടന്ന കാര്യങ്ങൾക്കെല്ലാം അവർ ലയബിൾ ആയിരിക്കും. ഈ ഫ്യൂച്ചറിൽ നടക്കാവുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ക്യാൻസൽ ചെയ്യപ്പെടുകയുള്ളൂ. നെക്സ്റ്റ്, സിൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, ഹിൻസ് ഇറ്റ് ബി കണ്ടിന്യൂയിങ് ഇസ് റോങ് ആൻസർ. ഓൺലി ദ പാർട്ടീസ് ടു ദ കണ്ടിന്യൂയിങ്, നോ ദിസ് ഈസ് റൈറ്റ് ആൻസർ. ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. നോൺ രജിസ്ട്രേഷൻ ഓഫ് ഫേം. നമുക്കറിയാം സെക്ഷൻ നമ്പർ 69 നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ രജിസ്ട്രേഷൻ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ചെയ്തില്ലെങ്കിൽ ചില കോൺസിക്വൻസസ് ഉണ്ട്. തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് സെറ്റ് ഓഫിന് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, മ്യൂച്വലി പാർട്ട്നേഴ്സിനും ഫോമിന് അഗേൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫോം രജിസ്ട്രേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു രീതിയിലും വ്യത്യാസം വരാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ്? ഡിസൊല്യൂഷന് കേസ് കൊടുക്കാം, അസറ്റ് റിയലൈസേഷന് കേസ് കൊടുക്കാം, അക്കൗണ്ട് സെറ്റിൽമെന്റിന് കേസ് കൊടുക്കാം, ഇൻസോൾവൻസിയുടെ സമയത്ത് പിന്നെ 100 രൂപ താഴെയുള്ള എന്തിനും സെറ്റ് ഓഫിനും അല്ലാതെയും കേസ് കൊടുക്കാം. സെയിം കോൺസെപ്റ്റ്. ഡിസൊല്യൂഷന്, അക്കൗണ്ട് സെറ്റിൽമെന്റ് ചെയ്യാം, പ്രോപ്പർട്ടി റിയലൈസേഷൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അവകാശം കിട്ടാൻ വേണ്ടി, സെറ്റ് ഓഫ് ആൻഡ് നോ പ്ലേസ് ഓഫ് ബിസിനസ്, ഹാവിംഗ് നോ പ്ലേസ്, റൈറ്റ് ഓഫ് എ ഫോം പാർട്ട്നേഴ്സ് ആൻഡ് ദ പ്ലേസ് ഓഫ് വേ IP ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അപ്ലിക്കബിൾ അല്ലാത്ത സ്ഥലത്താണെങ്കിലും ഇതൊന്നും ബാധിക്കില്ല. സോ ഓൾ ഓഫ് ദി അബോവ് ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, ഫോറിൻ. ഓക്കെ, നെക്സ്റ്റ്. ഹൗ എ ഫേം മേ ബി ഡിസോൾവ്. നമുക്കറിയാം വോളണ്ടറിലി ഡിസോൾവ് ആകാം, അതേപോലെ തന്നെ ഫോമിൻ്റെ ആണ്. നോർമലി ഫേം ഓർഡർ ഓഫ് ദ കോർട്ട് ഡിസോൾവ് ആകും, അതേപോലെ തന്നെ പാർട്ട്നേഴ്സിന് പരസ്പരം തീരുമാനിച്ചും ഡിസോൾവ് ആകാം. സോ ബോത്ത് A and B is the correct answer. So here option number C is the right one. Next one. In which conditions person may be deemed as a partner by estoppel? Section number 28. നമുക്കറിയാം, ഒരാൾ വാക്കാലോ പ്രവർത്തിയാലോ തേർഡ് പാർട്ടിനെ വിശ്വസിപ്പിച്ച് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്താൽ ബാക്കി പാർട്ട്നേഴ്സിനെ പോലെ അയാളും എന്താകും? ലയബിൾ ആകും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ മാത്രം എന്താണ് ഒരു മാർക്ക് ചെയ്യുന്നുള്ളൂ. വെൻ ബൈ ഹിസ് കണ്ടക്ട് ഹിംസെൽഫ് ടു ബി എ പാർട്ട്ണർ, അതും ശരി തന്നെയാണ്. ഇസ് നോയിങ്ലി പെർമിറ്റ്സ് ഹിംസെൽഫ് ടു ബി എ പാർട്ട്ണർ ഇൻ ഫേം. ഓബിയസ്ലി അതിന് വാക്കാൽ സംസാരിച്ചാലോ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലോ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ആണ്. സോ എല്ലാം ശരിയായതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്, മനസ്സിലാകുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. വാട്ട് ആർ ദ ജനറൽ ഡ്യൂട്ടീസ്? ജനറൽ ഡ്യൂട്ടീസ് അത് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. സെക്ഷൻ നമ്പർ 9 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. ഫസ്റ്റ് വൺ, ബുക്സ് ഓഫ് അക്കൗണ്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ബിസിനസ് ചെയ്യണം, അതായത് ബിസിനസ്സിന് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ദ ബിസിനസ്. അത് ചതി, സീക്രട്ട് പ്രോഫിറ്റ് സെക്ഷൻ നമ്പർ 16 ഒന്നും വേണ്ട. ഓക്കെ, ഓൾ ഓഫ് ദി എബോവ് ഈസ് എ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what is it is the implied authority? Section number 19 1 clause 1 19 subsection 2 അത് രണ്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലോസ് 1 ക്ലോസ് 2 പഠിക്കുന്നുണ്ട്. അപ്പോൾ 19(1) പറയുന്നത് ദ പാർട്ട്ണർ ഈസ് ഹാവിംഗ് ദ ഇംപ്ലൈഡ് അതോറിറ്റി എന്തൊക്കെ. 19(2) ഏതൊക്കെ ഇംപ്ലൈഡ് അതോറിറ്റി അല്ല നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് 22 20 21 നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, so which is the implied authority of a partner? First one, to carry on the business of the firm in the usual way. സാധാരണ എങ്ങനെയാണോ ബിസിനസ് ചെയ്യുന്നത് അതിൻ്റെ പോലെ തന്നെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്
എന്താണ് ടു ക്യാരി ഓവർ ദ ബിസിനസ്, അത് ശരിയാണ്. കോംപ്രമൈസും റിലിക്വിഷൻ 92-ൽ വരുന്നതാണ്, ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. ആർബിട്രേഷനിൽ ഡിസ്പ്യൂട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ബാങ്ക് അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദിസ് വൺ ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് മാത്രമാണ് ഒരു ഇംപ്ലൈഡ് പാർട്ണർ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ, സബ്ജക്ട് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം ഇൻക്ലൂഡ്സ്. എന്തൊക്കെ വരും? ഗുഡ് വിൽ ഉറപ്പായിട്ടും വരും. ഓൾ ദ പ്രോപ്പർട്ടീസ് അക്വയർഡ് ഫോർ ദ ബിസിനസ്, ഓക്കെ ഷുവർ. ഇനി പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ ചെയ്തത് ഉറപ്പായിട്ടും. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ഇസ് എ റൈറ്റ് ആൻസർ. സോ ബാക്കി ഈസ് കമ്മിങ് അണ്ടർ ദ ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an outgoing പാർട്ട്ണറിന് കോമ്പറ്റിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സെക്ഷൻ നമ്പർ 36-ൽ പറയുന്നത് കോമ്പറ്റിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്താണ് ഈ പറഞ്ഞ പാർട്ട്നേഴ്സിന് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഗുഡ് വിൽ ട്രാൻസാക്ഷന് സെക്ഷൻ നമ്പർ 27 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ അഗ്രിമെന്റ് ആൻഡ് റെസ്ട്രെയിൻ ഓഫ് ട്രേഡിൽ വരുന്ന ഒരു എക്സെപ്ഷൻ കാറ്റഗറിയാണ്. ഇവിടെ റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെ റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? ഫേമിന്റെ പേര് യൂസ് ചെയ്യാൻ പാടില്ല, നീ പാർട്ട്ണർ എന്ന് പറയാൻ പാടില്ല. നെക്സ്റ്റ്, ഫേമിൽ നീ പാർട്ട്ണർ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് നീ യൂസ് ചെയ്യാൻ പാടില്ല. ഓൾ ഓഫ് ദി അബോവ് ഈസ് റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് രണ്ടെണ്ണം സെയിം ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ ഓൾ ഓഫ് ദി അബോവിലേക്ക് പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കസ് ചെയ്ത സംഭവം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഡിസൊല്യൂഷൻ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. മറ്റേത് ഇതല്ല നമ്മൾ ഡിസ്കസ്. നേരത്തെ ആൾ ചോദിച്ചത് എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം കംപ്ലീറ്റ്ലി അവസാനിക്കും. ഇനി പാർട്ട്നേഴ്സ് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് സെക്ഷൻ നമ്പർ 4 നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വലി ദേ ആർ കോൾഡ് ആസ് എ പാർട്ട്നേഴ്സ്, collectively they are called as a firm. അപ്പോൾ ആ കളക്ഷൻ ഇല്ലെങ്കിൽ there is no partnership firm. Clear? Yes. It means a dissolution correct ആണ്. ചേഞ്ച് ഇൻ ദ റിലേഷൻഷിപ്പും റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1890 ആണ്, ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് 1 October 1932 വന്നത്, ഓർത്ത് വെക്കുക. ക്ലിയർ ആയിട്ട് എല്ലാം ഈ പറഞ്ഞ ഏപ്രിലിൽ തന്നെ വരണമെന്നില്ല, സെക്ഷൻസ് കൂടുന്നതനുസരിച്ചാണ്. ഹൗ മെനി സെക്ഷൻസ് ആർ ദർ? ഇറ്റ് ഈസ് 74 സെക്ഷൻസ് ആണ്. ഈ ഒരു അതായത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ബേസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഓർത്ത് വെക്കുക. നമ്മൾ ഈ സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ടിൽ പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഡാഷ് പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ. നമുക്കറിയാം ഡെഫിനേഷൻസ് നമ്മൾ ഉറപ്പായിട്ട് എപ്പോഴും പഠിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇറ്റ് ഈസ് സെക്ഷൻ നമ്പർ 4 പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ എല്ലാ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, the person who are entering the partnership is individually called as partners. അപ്പോൾ അടുത്ത പ്രാവശ്യം MCQ ഇവിടെയും വരാം. collectively they are called as a firm and they are doing business under firm name. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാലേ. നെക്സ്റ്റ് വൺ, maximum number of partners actually is a your material only giving. It is actually നമ്മൾ കമ്പനീസ് റൂൾസ് പ്രകാരമാണ് ഫോളോ ചെയ്യുന്നത് 50 എന്ന് പറയുന്നത്. എന്നാൽ ബാങ്കിങ് ബിസിനസ് MCQ നമുക്ക് ഒരു മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് തന്നെ ബാങ്കിങ്, അതായത് ബാങ്കുകൾ ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മാക്സിമം 10 പാടുള്ളൂ. അതർ ദാൻ ബാങ്കിങ് 20 ആണ്. പക്ഷെ കമ്പനീസ് റൂൾസ് പ്രകാരം ഇറ്റ് ഈസ് 50 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് MCQ വരിക ഇതായിരിക്കും. അപ്പോൾ ബാങ്കിങ് ബിസിനസ്സിനെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ 10 നിങ്ങൾ മാർക്ക് ചെയ്യുക. വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ ആണോ? ഓക്കെ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ക്യാൻ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ഇത് എന്ത് ഫീച്ചറിനെ കുറിച്ച് പറയാം? നമുക്കറിയാം ദ മ്യൂച്വൽ ഏജൻസി കോൺസെപ്റ്റ് ആണ്, അല്ലെ? മ്യൂച്വൽ ഏജൻസി കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ട്രൂ ടെസ്റ്റിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും? ട്രൂ ടെസ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, എഗ്രിമെന്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, മ്യൂച്വൽ ഏജൻസി. ഇത് മൂന്നും സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് ശരിക്കും അവർ തമ്മിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടോ, ശരിക്കും അവർ പാർട്ട്നേഴ്സ് ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, സോ ഓൾ ഓഫ് ദി അബോവ് ഈസ് എ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ പിന്നെ ക്ലിയർ ചെയ്ത് വിടുക. ഓക്കെ, ഇപ്പോൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് അത് നമുക്കൊരു ഒരു ഐഡിയ കിട്ടും. Identify who are not the partners. Identify who are not the partners. Yeah. Identify who are not the partners. Joint owners, okay. Returns, okay, they are not the partners. That's right ആണ്. Money lender, അതും right ആണ്. Servant, okay, അതും right ആണ്. So all of the above is a correct answer എന്ന് പറയുന്നത്. Okay, clear? Done. Next, who cannot become partner in the firm? Minor, alien, enemies, person. Same as section number 11-12 നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. 1872 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇവർക്ക് ആർക്കും എന്താകാൻ പറ്റില്ല, പാർട്ണർ ആകാൻ പറ്റില്ല. മൈനറിന് എന്താകാനേ പറ്റത്തുള്ളൂ? മൈനറിന് ബെനിഫിഷ്യറി എന്ന രീതിയിൽ ആക്കാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ്ലി നമ്മളിവിടെ ഒരാളെ പാർട്ണർ എന്ന് പറയുമ്പോൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് പാർട്ണർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും ആകാൻ പറ്റില്ല. ഓക്കെ, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ,
ഹൂ ഇസ് ദ മാനേജർ ഓഫ് HUF? ഇത് അതിൻ്റെ നമ്മൾ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് HUF പഠിക്കുമ്പോൾ ഒരു MCQ ആണ്. നമ്മളതിനെ കർത്ത എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. കർത്ത എന്നൊരു സംഭവമാണ്, നമുക്ക് അറിയാവുന്ന ഒരു ബേസിക് ആയിട്ടൊരു സംഭവമാണ്. He enters into a partnership by conduct and takes an active partner in the business. Okay, active partner ചെയ്യുന്ന പേരെന്താണ്? ആക്റ്റീവ് പാർട്ട്ണർ. അപ്പോൾ ആക്റ്റീവ് പാർട്ട്ണർ മാർക്ക് ചെയ്യരുത്. ഇത് മൂന്നും ഇവിടെ സിനോണിം തന്നെയാണ്. ആക്റ്റീവ്, ആക്ച്വൽ, ഓസ്റ്റൻസിബിൾ. ഓസ്റ്റൻസിബിൾ നിന്ന് പ്രകടമായ, വ്യക്തമായ. സോ ഓൾ ഓഫ് ദി അബവ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ടൈപ്സ് ഓഫ് കുറച്ച് പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. എ പാർട്ട്ണർ ഹു കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ, ഷെയർസ് ബട്ട് നോട്ട് ടേക്കിംഗ് ആക്റ്റീവ് പാർട്ട്. ഒബിയസ്ലി ഇറ്റ് ഈസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഡോർമെന്റ് പാർട്ട്ണർ എന്ന് പറയും. നെക്സ്റ്റ് വൺ. A partner who is neither contributes any capital nor shares but just lend his name. അപ്പോൾ lend his name എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ obviously it is a nominal partner. Okay, next one. A partner who shares in only profit, not losses, not personal liabilities, partners in profit. Okay, clear? Next, a partner shares profit with the third party, section number 29. It is, we are calling them as a sub partner അല്ലെങ്കിൽ transferee എന്ന് നമ്മൾ പറയും. Okay. Next, sometimes a person become a partner not because of a name but by his conduct. That is section number 28. Section number 28. Partner by estoppel, partner by holding out. രണ്ടിനും സെയിം സിനോണിം ആണ്. സോ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. രണ്ട് സിനോണിം എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമ്മൾ പറയുമ്പോൾ സെയിം തന്നെയായിരിക്കും. ഓക്കെ, ബോത്ത് A and B is correct. രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇസ് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി. ഓപ്ഷണൽ എന്ന് പറഞ്ഞാലും നോട്ട് മാൻഡേറ്ററി വന്നാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. Next, it is a written document which terms a partnership as agreed. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എപ്പോഴും റിട്ടൺ ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് നമ്മൾ പറയും. കണ്ടേൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ വരും? നെയിം, നേച്ചർ, ക്യാപിറ്റൽ, ഓൾ ഓഫ് ദി അബോവ്. സിമ്പിൾ ചോദ്യം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം എവിടെ വരിക, ഏത് സെക്ഷനിലാണ് വരിക? ഇറ്റ് ഈസ് സെക്ഷൻ നമ്പർ 69 നമുക്ക് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. പാർട്ട്ണർഷിപ്പ് മേ ബി ഡിസോൾവ് ഇൻ ദ ഫോളോവിങ് സർക്കംസ്റ്റൻസസ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആകും? ഓൺ ദ എക്സ്പയറി ഓഫ്, ഒബ്വിയസ്ലി മേ ബി ആണ് കേട്ടോ, ഓർത്ത് വെക്കുക, ഷാൽ ബി അല്ല, മേ ബി ആണ്. എക്സ്പയറി ഉറപ്പായിട്ടും, ഡെത്ത്, റിട്ടയർമെന്റ്, ഒബ്വിയസ്ലി. ഇഫ് എ പാർട്ട്ണർ ഇൻസോൾവെന്റ്, ഒബ്വിയസ്ലി. എല്ലാ പോയിന്റ്സിൽ നിന്നാണ് ഡിസോൾവ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ ഈസ് വെരി സിമ്പിൾ കോൺസെപ്റ്റ്. The partner in a firm may by contract between the partners restrict extend നേരത്തെ പഠിച്ചതാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? സെക്ഷൻ നമ്പർ 20. ഇംപ്ലൈഡ് അതോറിറ്റി. സെക്ഷൻ നമ്പർ 20 ഒരു പാർട്ട്ണറിന്റെ ഇംപ്ലൈഡ് അതോറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനും റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റും, സബ്ജക്ട് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഓക്കെ, ക്ലിയർ? When there is a change in the constitution, the status of continuing guarantee നേരത്തെ പഠിച്ചാണ്. എന്താ സംഭവിക്കുക? It is revoked അല്ലേ, revoked ആണ്, ക്യാൻസൽ ചെയ്യപ്പെടും. The state government may appoint register of firms for the purpose of every register shall be deemed to be a, ഇത് MCQ വന്നിട്ടുള്ള സംഭവമാണ്. ഇന്ത്യൻ പീനൽ കോഡ്, they are the public servant. ഇനി അടുത്ത ചോദ്യം ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 21. അതൊന്ന് ഓർത്ത് വെച്ചാൽ എവിടെയാണ് ആക്ട്? ഇന്ത്യൻ, സോറി ആക്ട് അല്ല, കോഡ്, ഇന്ത്യൻ പീനൽ കോഡ്. ഇത് മൂന്ന് ഓർത്ത് വെക്കുക. ഇതിനകത്ത് പബ്ലിക് സർവൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ, മറക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത്, a firm may be dissolved by the order of the court. സിനാരിയോ ഏതൊക്കെയാണ്? ഒന്ന്, ഏതൊക്കെ രീതിയിലാണ്? ഇസ് ഇറ്റ് എ ഡാഷ് ബിറ്റ്വീൻ, ദെൻ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. എല്ലാം സിമിലർ ആണ്, പക്ഷേ ദ മോസ്റ്റ് ഗുഡ് ആൻസർ 44. A person may be deemed as a partner by estoppel holding that when he is by conduct. വർക്ക്, പ്ലാനിങ് എല്ലാം ശരിയാണ്, പക്ഷെ മെറ്റീരിയൽ അതിൻ്റെ പ്രൊവിഷൻ ലോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ കണ്ടക്ട്. Dissolution without the order of the court will be happen in which cases? Mutual agreement, partnership at will, dissolution of happening of certain contingencies, same, all of the above. Okay, confusion ആക്കല്ലേ നിങ്ങൾ ഈ ഡിസൊല്യൂഷൻ ഓഫ് ഓർഡറും ഡിസൊല്യൂഷൻ ഓഫ് ഫോമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും കൺഫ്യൂഷൻ ആക്കരുത്. സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. രണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് ദ ഓർഡർ ഓഫ് ദ കോർട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നടക്കും? ഒന്ന്, ഇൻസാനിറ്റി ഓഫ് എ പാർട്ട്ണർ and the other partner is filing a case. Permanent incapacity of a partner and the remaining partner is filing a case. Persistent breach of partner, the remaining partners can file a case against all of the above. Next one, dissolution in the order of the court will be happen in which cases? Same as ഒന്നും കൂടെ ഒരു ക്വസ്റ്റൻ ആക്കിയത് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, മെജോറിറ്റി, പെർപെച്വൽ ലോസസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു വൈൻഡ് അപ്പ്. ഓക്കെ, ഓൾ ഓഫ് ദി അബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. ഓക്കെ, മാച്ച് ദ ഫോളോവിംഗ് ആണ്. പെർപെക്ച്വൽ ലോസ് ആയാൽ നോർമലി ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ്.
Okay, with the order of the court. Dissolution of firm. Okay. Death of a partner, it is dissolution of partnership. Section 69 നമുക്കറിയാം. Section 69 it is this one. C. Section 44 പറയുന്നത് this one ആണ്. അതായത് നമ്മൾ മാറ്റി എഴുതിയാലും കുഴപ്പമില്ല. പെർപെച്വൽ ലോസ് ഇവിടെ എഴുതിയാലും ഇറ്റ് ഈസ് റൈറ്റ് തന്നെയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ആൻഡ് 44 അതായത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും കുഴപ്പമില്ല. പെർപെച്വൽ ലോസിൽ അതായത് പോയിന്റ് സെയിം ആണ്. ഡിസൊല്യൂഷൻ ഓഫ് ദ ഫോം ഇത് കുറച്ചും കൂടെ പ്രോപ്പർ ആണ്. കാരണം സെക്ഷൻ 44 ഡിസ്കസ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫോം വിത്ത് ദ ഓർഡർ ഓഫ് ദ കോർട്ട്. പെർപെച്വൽ ലോസും സെയിം തന്നെയാണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫോം വിത്ത് ദ ഓർഡർ ഓഫ് ദ കോർട്ട്. പക്ഷേ പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് ഈ അറേഞ്ച്മെന്റ് തന്നെയായിരിക്കും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് യുവർ പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കമേഴ്ഷ്യൽ ലോസ് നമുക്ക് ഒരു ചാപ്റ്റർ കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 നമ്മൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നമ്മൾ ചാപ്റ്റർ നമ്പർ 1 to 5 ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി ചാപ്റ്റർ നമ്പർ 6 ആണുള്ളത്. LLPയിൽ ഒരു MCQ ക്വസ്റ്റ്യനും ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് വരും. അപ്പോൾ MCQs എല്ലാ വർഷവും അങ്ങനൊന്നും കമ്പൽസറി ഇല്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ്ലി കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, ഫോംസ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഫോംസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ ഫോംസും ചോദിക്കേണ്ട ആദ്യത്തെ ഒരു പാർട്ടിലെ കുറച്ച് ഫോംസ് ഉണ്ട്, അതിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോം നമ്പർ 19 എന്താണ് പറഞ്ഞപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോം നമ്പർ 19 ഏത് ക്വസ്റ്റ്യനാണ് ഉള്ളത്? ഫോം നമ്പർ 19 പർപ്പസ് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഏത് ആക്ടിന്ന് പോലും ചോദിച്ചിട്ടില്ല, ഇങ്ങനെ തന്നെ എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ ഫോം നമ്പർ 19? സോ ഫോം നമ്പർ 19 സർട്ടിഫിക്കറ്റിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈസൻസ് ഇഷ്യൂഡ് ആണ്. അതായത് ഈ LLP ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന്റെ പേരാണ്. ഓക്കെ, നമ്മൾ ഈ കൺവേർഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ടു ഗ്രാൻഡ് പെർമിഷൻ ഫോർ കണ്ടക്ടിങ് ദ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ നോട്ട്സ് ടു പ്രൊവൈഡ് അപ്രൂവൽ നോട്ടീസ് ഇറ്റ് ഈസ് to confirm the LLP registration under the act. നമ്മൾ നോർമലി കൺവേർഷന്റെ സമയത്ത്, ഓക്കെ, കൺവേർഷന്റെ സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നതാണ്. ഫോമിൽ നിന്നും പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും പബ്ലിക് കമ്പനിയിൽ നിന്നും അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് LLP സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഫോം നമ്പറാണ് ഫോം നമ്പർ 19 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺട്രി USA ലാണ് LLP ഇൻകോർപ്പറേറ്റ് ആയത്. നെക്സ്റ്റ് when the requirement imposed by clause B, C of ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് തരുന്ന ആരാ? രജിസ്ട്രാർ ഓഫ് LLP. ഓക്കെ, നെക്സ്റ്റ് LLP ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭയിൽ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചെറിയൊരു ക്വസ്റ്റ്യൻസ് ആണ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് മാച്ച് ദ ഫോളോവിങ്. ഷെഡ്യൂൾ നമ്പർ 1 LLP എഗ്രിമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഷെഡ്യൂൾ നമ്പർ 2 ഈസ് ഫോം ടു LLPനെ കുറിച്ച് സംസാരിക്കുന്നു. ഷെഡ്യൂൾ നമ്പർ 3 പ്രൈവറ്റ് കമ്പനി ടു LLP. ഷെഡ്യൂൾ നമ്പർ 4 എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് കമ്പനി ടു LLP. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. 1 ഇറ്റ് ഈസ് എഗ്രിമെന്റ്, 2, 3, 4 കൺവേർഷനെ കുറിച്ചാണ്. ഫോം ടു LLP, പ്രൈവറ്റ് ടു LLP, അൺലിസ്റ്റഡ് ടു LLP. അത് കൃത്യമായിട്ട് ഒരു ഓർഡറിൽ നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, നെക്സ്റ്റ് ഹൂ മേ ബി എ പാർട്ട്ണർ? ഇൻഡിവിജ്വൽസ് ഓർ ബോഡി കോർപ്പ്. ഇതാണ് പ്രോപ്പർ ആൻസർ. നിങ്ങൾക്ക് ഇവിടെ വേറെ ഓപ്ഷൻസ് ഒക്കെ വരും. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ എന്താണ് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ വേറെ എനി അതർ പേഴ്സൺസ് എന്നൊക്കെ വരാം, അല്ലെങ്കിൽ HUF എന്ന് വരാം. So who may be a partner? Individuals and അല്ലെങ്കിൽ individuals or body corporate. ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ individuals or body corporate. ഓക്കെ, നെക്സ്റ്റ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി, ഫോറിൻ കമ്പനി, ഇന്ത്യൻ LLP, ഫോറിൻ LLP. സോ ഒബ്വിയസ്ലി ഓൾ ഓഫ് ദി എബോവ് ആണ്. 2013 അണ്ടറിലോ 1956 അണ്ടറിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനി. LLP രജിസ്റ്റർ അണ്ടർ ദിസ് ആക്ട് ആൻഡ് LLP ഇൻകോർപ്പറേറ്റ് അണ്ടർ ഔട്ട്സൈഡ് ഇന്ത്യ, ഫോറിൻ LLP. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് 1 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. എത്ര ദിവസം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 120 days. കൺഫ്യൂഷൻ ആക്കല്ലേ നിങ്ങൾ ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ. 120 days ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ? ലിമിറ്റഡ് ലയബിലിറ്റി എന്ന ഫീച്ചറാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ, ഓഡിറ്റിംഗ് മാൻഡേറ്ററി അല്ല. അതിനെക്കുറിച്ച് മുന്നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു LLP ഓഡിറ്റിംഗ് ചെയ്യേണ്ടത് അതിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 25 lakhs എബോവ് പോകുമ്പോഴും ഓർ ലാസ്റ്റ് ഇയർ ടേൺ ഓവർ 40 lakhs എബോവ് പോകുമ്പോൾ മാത്രം ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ. ഇല്ലെങ്കിൽ ഒരു വർഷം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ടേൺ ഓവർ ഒന്നും നോക്കാതെ എല്ലാ വർഷവും മാൻഡേറ്ററിലി ഓഡിറ്റിംഗ് ചെയ്യേണ്ട ക്രൈറ്റീരിയ LLPക്ക് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ച് ദ ഫോളോവിങ് ആണ്. ഇവിടെയും കുറച്ച് ഫോംസ് ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഫോം എന്ന് പറയുമ്പോൾ ഫോം നമ്പർ 8 ആണ്. ദിസ് ഇസ് ഫോം നമ്പർ 8 ആണ്. ദിസ് വൺ ഇവിടെ വരിക.
നെക്സ്റ്റ് ഫോം നമ്പർ 9 നമ്മൾ ഈ പറഞ്ഞ DPസിന്റെ കൺസെന്റ് നമ്മൾ മേടിക്കും. ദിസ് ഈസ് ഫസ്റ്റ് വൺ. അതിനുശേഷം നമ്മൾ ഫോം നമ്പർ 4 നമ്മളത് ഫയൽ ചെയ്യുന്നു. ദിസ് ഈസ് സെക്കൻഡ് വൺ. ആൻഡ് ചേഞ്ച് ഓഫ് അഡ്രസ് നമ്മൾ ഇതിലാണ് കൊടുക്കുക കേട്ടോ. ഫോം നമ്പർ 6 പാർട്ട്നേഴ്സിൻ്റെ പേര് ചേഞ്ച്, അഡ്രസ്സ് ചേഞ്ച്, നമ്മൾ ഇൻറ്റിമേഷൻ നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കുക, നമ്മൾ രജിസ്ട്രാറിന് അയച്ചു കൊടുക്കുന്ന ഫോംസ് ആണ്. അപ്പം ഇത്രയും ഫോംസ്. ഇനി ഒരു LLPയുടെ എഗ്രിമെന്റ് ഫോംസ് ഉണ്ട്, അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ യെസ് ഓക്കെ. പിന്നെ ആനുവൽ റിട്ടേൺ ഫോം 11. DPIN നമ്മൾ ഡിന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനും ഒരു DPIN ഉണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഡിന്നിൻ്റെ ഫുൾ ഫോം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഐഡന്റിഫിക്കേഷൻ ആണ്, ഐഡന്റിറ്റി അല്ല. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ യെസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LLP എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്തത് ഫോം നമ്പർ 3 ആനുവൽ റിട്ടേൺ ഫോം നമ്പർ 11. എപ്പോൾ പ്രിപ്പയർ ചെയ്യണം ഈ LLP എഗ്രിമെന്റ്? ഇൻകോർപ്പറേഷൻ ചെയ്ത 30 ദിവസത്തിനകം. അപ്പോൾ കുറച്ച് ഡേയ്സും ഫോംസും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കാം. അപ്പോൾ LLP എഗ്രിമെന്റ് നമ്മൾ ഇൻകോർപ്പറേഷൻ ആയിട്ട് 30 ദിവസത്തിനകം രജിസ്ട്രാറിൽ ഫയൽ ചെയ്താൽ മതിയാകും. ഓക്കെ, ക്ലിയർ ആണോ? അതിനേക്കാൾ മുമ്പ് വേണ്ട. നമ്മൾ ഈ മെമ്മോറണ്ടമോ ആർട്ടിക്കിൾസും എല്ലാം കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യുന്ന സമയത്തെ ഫയൽ ചെയ്യുന്ന രീതിയിലൊന്നും ഇവിടെ ഇല്ല. LLP എഗ്രിമെന്റ് ആണ്, അപ്പോൾ അതിന് റിലവൻസ് ഉള്ളൂ. ഇന്ത്യൻ LLP റിസീവ്ഡ് അസെന്റ് ഓൺ 7th ജനുവരിയിലാണ് നമുക്ക് ആ ഒരു ഇയറിൽ അസെന്റ് കിട്ടിയത്. ഓർത്ത് വെക്കുക. ഡേറ്റ് ഡയറക്റ്റ് പറയുന്നത് ഫസ്റ്റ് LLP 1 ഏപ്രിൽ അല്ല, 2 ഏപ്രിൽ 2009 നമുക്ക് ആദ്യത്തെ LLP ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, സിമ്പിൾ ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഫോളോവിങ് ഇസ് ട്രൂ അബൌട്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ഒന്നാമത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇസ് നോട്ട്, റോങ് ആൻസർ. ഇസ് ലീഗൽ, ഉറപ്പായിട്ടും ശരി. ഈസ് LLP ഇസ് എ ബോഡി കോർപ്പ്, അതും ശരിയാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ കറപ്പിക്കരുത്. താഴെ ഓപ്ഷൻ കൂടെ ഉണ്ട്, ബിയും സിയും കറക്റ്റ് ആണ്. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. സെലക്ട് ഓപ്ഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചത് നമുക്ക് അറിയാമെങ്കിലും ഫുള്ളായിട്ട് ഓപ്ഷൻ വായിക്കുക. ചാടി കയറി മാർക്ക് ചെയ്യാൻ പോകണ്ട. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ നമ്പർ ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. എത്ര പേര് മതി? മിനിമം 2 മതി. സോ അറ്റ്ലീസ്റ്റ് 2 ആണ്. ഇവിടെ 3 7 ഒക്കെ നൽകിയിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. 4 അറ്റ്ലീസ്റ്റ് 2 അറ്റ്ലീസ്റ്റ് ആണ്. മാക്സിമം എത്രയാ? മാക്സിമം പറഞ്ഞിട്ടില്ല, കാരണം ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആകാൻ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്നേഴ്സ് ആയിരിക്കണം. സോ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് നമ്പർ വിൽ ബി മാക്സിമം ഈക്വൽ ടു ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ദ LLP. നെക്സ്റ്റ്, വാട്ട് ഈസ് എക്സാക്ട് ടൈം ലിമിറ്റ് അണ്ടർ വിച്ച് ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് മസ്റ്റ് ഫയൽ their ആനുവൽ റിട്ടേൺ within 60 days of closure of financial year. which സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി എപ്പോഴാണ്? ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അവിടുന്ന് 30 ഡേയ്സ്, അതായത് നമുക്കൊരു October 30th ഒക്കെ വരും. അതൊന്ന് ഓർത്ത് വെച്ചാൽ MCQ തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഓർത്ത് ആനുവൽ റിട്ടേൺ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ May 30th ആകും, വിത്തിൻ 60 ഡേയ്സ്. ഇല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പിന്നെ 100 നമ്മൾ ഫൈൻ കൊടുത്തുകൊണ്ട് പോകേണ്ടി വരും. നെക്സ്റ്റ്, എവറി LLP ബുക്സ് ഓഫ് അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഇറ്റ് ഈസ് ഓബ്വിയസ്ലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇൻവെന്ററി വേണം, അസെറ്റ്സ്, ലയബിലിറ്റി ഡീറ്റെയിൽസ് എല്ലാം വേണം. ഓൾ ഓഫ് ദി എബോവ് ആണ്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് വേണം. അതേപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെന്ററീസ്, ഫിനിഷ്ഡ് ഗൂഡ്സ്, ഇതിന്റെ എല്ലാ രീതിയിലും വേണം. അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഡീറ്റെയിൽസ് വേണം. ഇതാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 128 രീതിയിലൊന്നും പറയുന്നു. LLP ആക്ടിൽ എന്തൊക്കെ വരുന്നു? ഒന്നെങ്കിൽ നിങ്ങൾ ക്യാഷ് ബേസിസിലോ അക്രൂവൽ ബേസിസിലോ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ആയിരിക്കണം. സോ ഓൾ ഓഫ് ദി എബോവ് തന്നെയാണ്. ഇവിടെ ഒന്നെങ്കിൽ അക്രൂവൽ ബേസിസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ബേസിസ് പറയുന്നുണ്ട്. എൻട്രി എപ്പോഴും ഡബിൾ എൻട്രി സിസ്റ്റം തന്നെ ആയിരിക്കണം. സോ ഇത് രണ്ടും കൂടെ നോക്കുന്ന സമയത്ത് ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ. കുറേ ഓൾ ഓഫ് ദി എബോവ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇത് സെക്ഷൻ 2D എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. സെക്ഷൻ 2D പറഞ്ഞിരിക്കുന്നത് ബോഡി കോർപ്പിനെ കുറിച്ചാണ്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കുക. പാർട്ട്നേഴ്സും DPക്കും ഒക്കെ സെക്ഷൻസ് ആണ്. ഫുൾ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഇയറിന് സബ് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലോസസും കൊടുത്തിട്ടുണ്ട്. 2 ക്ലോസ് D. ഫോറിൻ LLP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ LLP വിദേശത്ത് ഇൻകോർപ്പറേഷൻ ചെയ്തത്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി എവിടെ ഇൻകോർപ്പറേഷൻ ചെയ്തത്? ഔട്ട് സൈഡ്. സിമ്പിൾ ചോദ്യം. ഓക്കെ, നെക്സ്റ്റ്, LLP ഈസ് എ ഡാഷ് ട്രസ്റ്റ് സൊസൈറ്റി. LLP ഈസ് എ ബോഡി കോർപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫീച്ചർ ആർക്കുള്ളത്? LLPക്കുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഒന്നാമത്തെ ആ ചാപ്റ്ററിൽ ഇരുന്ന രീതിയിലല്ല നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ചാപ്റ്റർ വൈസ് നോക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും അപ്പോൾ നല്ല രീതിയിൽ എന്താണ് നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ കേൾക്കുക. ഇനി ഏതെങ്കിലും MCQ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. An individual shall not be capable of becoming a partner of LLP if he has found to be dashed by the competent court. അതായത് ഒരു മൈനർ ഇസ് കോമ്പിറ്റന്റ് കോർട്ട് ജുറിസ്ഡിക്ഷൻ വേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ മൈനറോ മേജറോ ആണെന്ന് മനസ്സിലാകും. അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ ഒരാൾ അൺസൗണ്ട് മൈൻഡ് ആണെന്ന് കോടതി കോമ്പിറ്റന്റ് കോർട്ട് എന്ന് പറയുമ്പോൾ ജുറിസ്ഡിക്ഷൻ ബേസ്ഡ് കോടതി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ he cannot be a partner. Next one. LLP rules വന്നത് 2019 ടോട്ടൽ ചാപ്റ്റേഴ്സ് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്, 81 സെക്ഷൻസ് ഉണ്ട് ആൻഡ് 4 ഷെഡ്യൂൾസ് ഉണ്ട്. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്രയാ? 2. ഓക്കെ. മാക്സിമം നമ്പർ അൺലിമിറ്റഡ്, സ്പെസിഫൈ ചെയ്തിട്ടില്ല, അൺലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് LLP ബോഡി കോർപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, കോർപ്പറേറ്റ് സക്സഷൻ. സോ ഓൾ ഓഫ് ദി അബോവ് ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, all of the above is a right answer. Next one. Minimum number of DPs 2. ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വരുള്ളൂ. നെക്സ്റ്റ് there are who is managing the business. ഇവിടെ ആക്റ്റീവ് സ്ലീപ്പിംഗ് എന്നൊരു ക്രൈറ്റീരിയ ഇല്ല. എല്ലാ പാർട്ട്നേഴ്സും മാനേജ് ചെയ്യും. ആ പാർട്ട്നേഴ്സും DP എല്ലാം കൂടെ കൂടിയാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷെ DPക്ക് മാത്രം പ്രത്യേകിച്ചൊരു നിയമമുണ്ട്. ദാറ്റ് ഈസ് ലീഗൽ കംപ്ലയൻസസും DP മാത്രം റെസ്പോൺസിബിൾ. നെക്സ്റ്റ് LLPയുടെ രജിസ്ട്രേഷൻ പാർട്ട്ണർഷിപ്പിന് അവസാനം വന്നിട്ടുണ്ടെങ്കിലും LLPയുടെ രജിസ്ട്രേഷൻ എപ്പോഴും മാൻഡേറ്ററി ആണ്. So registration of LLP is not mandatory, it's false because registration is mandatory. Next one. LLPയുടെ പേരിന്റെ അവസാനം എന്താണ്? നമ്മൾ ഈ പബ്ലിക് ലിമിറ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ LLPയുടെ അവസാനം നമ്മൾ ഒന്നെങ്കിൽ LLP എന്നോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് എഴുതാം. രണ്ടും ശരിയാണ്. അതായത് either എയും ശരിയാണ് ബിയും ശരിയാണ്. നെക്സ്റ്റ്, in each part the liability of partners in LLP is always limited. Okay, shares കാരണമൊന്നും ഉണ്ടാകില്ല. നെക്സ്റ്റ്, there must be at least 2 designated partners, at least dash of them resident. 2 DPയിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടുപേരും പ്രസിഡന്റ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരാളെങ്കിലും പ്രസിഡന്റിൽ വേണം. ഓക്കെ, 2-1. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങളല്ലേ, ചെറിയ ചെറിയ ചോദ്യങ്ങളല്ലേ. യെസ്. നെക്സ്റ്റ്, മൈനർ ക്യാൻ ബി എ ബെനിഫിഷ്യറി. നോ, മൈനർ കനോട്ട് ബി എ പാർട്ണർ, മൈനർ കനോട്ട് ബി എ ബെനിഫിഷ്യറി. പാർട്ട്ണർഷിപ്പ് അല്ല. മൈനർ ക്യാൻ ബി എ ബെനിഫിഷ്യറി, ഇറ്റ് ഈസ് ഫോൾസ് ആണ്. So this is answer. അതായത് minor cannot be a beneficiary. Next, legal compliances ആരാണ് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്? ലീഗൽ കംപ്ലയൻസ് റെസ്പോൺസിബിൾ എപ്പോഴും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. അതായത് ഒരു LLP എന്തെങ്കിലും ഡോക്യുമെന്റ് രജിസ്ട്രാറിന് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അയച്ചു കൊടുത്തില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ designated partners ആയിരിക്കും. They are also entitled in the management, but they are only responsible for the mainly legal compliances. Okay, അതായത് ഒരു LLP എന്നൊരു ആനുവൽ റിട്ടേൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി, ഇങ്ങനത്തെ കുറേ ഡോക്യുമെന്റും കാര്യങ്ങളും എല്ലാം രജിസ്ട്രാറിന് പോകുന്നുണ്ടെങ്കിൽ അത് പോയോ ഇല്ലയോ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനുണ്ട്. നെക്സ്റ്റ്, LLP ക്യാൻ ബി ഫോംഡ് ഫോർ നോൺ പ്രോഫിറ്റ് ആണ് കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫോം പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പിന് ആ ഫീച്ചർ എടുക്കുമ്പോൾ ഓൺലി പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകണമെന്നല്ല. യു കനോട്ട് അഡോപ്റ്റ് ചാരിറ്റബിൾ ഒബ്ജക്റ്റ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, LLPയിൽ ഒറ്റ ഡോക്യുമെന്റ് ഉള്ളൂ. നമ്മുടെ കമ്പനിയിലെ പോലെ മെമ്മോറണ്ടം, ആർട്ടിക്കൽസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഓൺലി വൺ ഡോക്യുമെന്റ്, ദാറ്റ് ഈസ് LLP എഗ്രിമെന്റ് ആണ്. ഓക്കെ, യെസ്. 30 days. ഫോം നമ്പർ 3, ഓഡിറ്റ് ഓഫ് LLP എപ്പോഴാണ് മാൻഡേറ്ററി? നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ടേൺ ഓവർ എത്ര വേണം? 40 lakhs എബോവ് വേണം. കോൺട്രിബ്യൂഷൻ എത്ര വേണം? 25 lakhs എബോവ് വേണം. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും കമ്പനീസ് ആക്ടിന്റെ നിയമങ്ങൾ ആർക്ക് അപ്ലൈ ആക്കാം. ഇപ്പൊ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിലും ഈ ഓഡിറ്റിങ് കാര്യങ്ങൾ ഇതെല്ലാം ഏത് രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാം കമ്പനീസ് ആക്ട് ആണ് മെജോറിറ്റി. പാർട്ട്ണർഷിപ്പിന്റെ കുറച്ച് ഡീഡ് കാര്യങ്ങൾ, പിന്നെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നു, അങ്ങനെ ബിസിനസ് മാനേജ് ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് മാത്രമാണ് എവിടെ ഉള്ളത്? നമ്മുടെ പാർട്ട്ണർഷിപ്പിനടുത്ത്. മെജോറിറ്റി കണ്ടന്റ് എടുത്തിരിക്കുന്നത് കമ്പനീസ് ആക്ടിൽ നിന്നാണ്. നെക്സ്റ്റ്, ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്താണ് ഇവിടെ വരിക. അപ്പൊ നമ്മൾ കമേഴ്ഷ്യൽ ലോസ് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ലൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, 200+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും പോയിന്റ്സ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഷുവർ ഷോട്ട് നമ്മൾ പറയുന്നു. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ മാത്രം പറഞ്ഞ കുറച്ച് ലീഗൽ മാഗസിൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ ചാപ്റ്ററിന്റെ പറഞ്ഞുള്ള എല്ലാ ക്വസ്റ്റ്യൻസും MCQസും ഫിലിഗ്രാഫ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മളുടെ
ഇൻഡസ്ട്രിയൽ ലോസ് ആണ്. അതിനുശേഷം നമ്മൾ കമ്പനീസ് ആക്ടും എത്തിക്സ് നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ടും എന്താണ് നമ്മൾ ഒരുമിച്ച് തന്നെ എന്താണ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അടുത്ത നമ്മളുടെ ഈ പറഞ്ഞ കോൺസെപ്റ്റ് തുടങ്ങാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ലോസിന്റെ 5 ചാപ്റ്റേഴ്സിന്റെ MCQs.